അള്ളാഹു എനിക്ക് തന്നിരിക്കുന്ന വിഷയം അള്ളാഹു ആദരിച്ച അടിമ അത് പറയുവാനും കേൾക്കുവാനും ആ പറയുന്നത് ആദ്യം എന്റെ ജീവിതത്തിൽ ചെയ്യുവാനും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരുപാട് സദഖ കൊടുക്കുമ്പോൾ, ദിക്ർ പറയുമ്പോൾ, സലാത്ത് പറയുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നമ്മളിങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ നെറ്റിത്തടത്തിൽ നിസ്കാര തഴമ്പിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. താടിക്ക് വല്ലാത്ത നീളമുണ്ട്. എപ്പോ നോക്കിയാലും കയ്യിലെ തസ്ബീഹുണ്ട്. ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പള്ളിയിലെ ഖതീബാണ്, പ്രവാചകനാണ്, ഹാഫിളാണ്, ആലിമാണ്, ആബിദാണ്, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഒരു തോന്നൽ കടന്നു വരും. ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനാണ്, ഞാൻ അള്ളാഹു സ്നേഹിക്കുന്ന ഒരു യഥാർത്ഥ അടിമയാണ് എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് അള്ളാഹു ആദരിച്ച അടിമയെന്നറിയുവോ? ആരാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന യഥാർത്ഥ വിശ്വാസിയാരാ? അള്ളാഹു സ്നേഹിക്കുന്ന, അള്ളാഹു ആദരിച്ച അടിമയാരെന്നറിയുവോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിഅത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആരാണ് യഥാർത്ഥവരടിമയെന്നറിയുമോ? അല്ലാഹു എന്ന പേരുണ്ടല്ലോ, പടച്ചവന്റെ പേരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു അടിമയുടെ മുന്നിൽ പടച്ചവന്റെ പേരെങ്ങാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മുന്നിൽ പറയപ്പെട്ട, വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാണ്, അവന്റെ കണ്ണുകൾ നിറയുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ചെയ്തുപോയ അപരാധങ്ങൾ മുഴുവനും ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് പടച്ചവരിലേക്ക് യഥാർത്ഥ വിശ്വാസി മടങ്ങുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, ഈ പാതിരാത്രി കിടന്നു വന്നവരെ ഒരു പ്രാവശ്യമല്ല, 1 കോടി പ്രാവശ്യം എന്ന പേര് നമ്മുടെ ചെവിയുടെ അടുക്കൽ പറഞ്ഞാല്, നമ്മുടെ ചെവിയുടെ അടുക്കൽ വന്നിട്ട് 1 കോടി പ്രാവശ്യം എന്ന പേര് പറഞ്ഞാൽ നമ്മുടെ കണ്ണൊന്ന് നിറയുവോ? നമ്മുടെ ഹൃദയമൊന്ന് പിടയ്ക്കുവോ? നമ്മുടെ കൈകാലുകളൊന്ന് വിറയ്ക്കുവോ? ചെയ്തു കൂടി അപരാധങ്ങളെ കുറിച്ച് പേടി തോന്നിയിട്ട് അല്ലാഹുവിലേക്കൊന്ന് പൊട്ടിക്കരഞ്ഞ് മടങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യഥാർത്ഥ അടിമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സഹാബി ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു എവിടെയാണിരിക്കുന്നത്? അല്ലാഹു ഇരിക്കുന്നത് എവിടെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ സ്വഹാബ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാണ് സഹാബ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാണ് സഹാബ. സഹാബത്ത് ചോദിച്ചു, അയിന അർശുല്ലാഹ്, രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചവന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാ നബിയേ? അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാ നബിയേ? അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാണ്? ഈ പാതിരാത്രി കിടന്നു വന്നവരെ, അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ? അത് ആകാശത്തിലല്ല, അത് ഭൂമിയിലല്ല, അത് കടലിന്റെ അടിത്തട്ടിലല്ല. അല്ലാഹുവിന്റെ റസൂൽ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ? ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്,
അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാ, പടച്ചവന്റെ അർശിരിക്കുന്നത് എവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയെന്നറിയുമോ? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിനകത്താണെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നെഞ്ചത്തൊന്ന് കൈവക്ക് പൊന്നുമോനെ, നെഞ്ചത്തൊന്ന് കൈവക്ക് പൊന്നുമോനെ. എന്നിട്ട് നീ ഒന്ന് ചിന്തിക്ക്, നിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിന്റെ അർശുണ്ടോ? നീ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ? നീ യഥാർത്ഥ പടച്ചവന്റെ അടിമയാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിനകത്താണ് പടച്ചവന്റെ അർശിരിക്കുന്നതെന്ന് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അറിയാമല്ല അടയാളമുണ്ടോ? ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പടച്ചവന്റെ അർശുണ്ടോ എന്ന അടയാളം വല്ലമുണ്ടോ? അതറിയാമല്ല അടയാളവുമുണ്ടോ? പാതിരാത്രി കിടന്നു വന്നവരെ, അല്ലാഹുവിന്റെ അർശ് നിന്റെ ഹൃദയത്തിനകത്തുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരിക്കൽ അല്ലാഹു നബിയോട് പറഞ്ഞു, നബിയേ, ഇന്നലീ ഇബാദൻ മിൻ ഇബാദിഹി ഉഹിബ്ബുനി വഉഹിബ്ബുകും വയസ്താഖൂന ഇലയ്യ വയുസ്താഖു ഇലൈഹിം. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് ചില അടിമകളുണ്ട് നബിയേ, അവരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ അവരെ സ്നേഹിക്കുന്ന നബിയേ, അവരെന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവരെ ഓർക്കുന്ന നബിയേ, അവരെന്നെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഞാൻ അവരെ കുറിച്ച് പറയുന്ന നബിയേ, അവരെന്നെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്ന നബിയേ. അല്ലാഹു പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, യാ റബ്ബി ഫമാ അലാമത്തുഹു, അവരുടെ അടയാളമെന്ന് പറഞ്ഞു തരുവോ അല്ലാഹ്? പടച്ചവരെ, നീ ആദരിച്ച ഹൃദയത്തിനകത്ത് നിന്റെ അർശുള്ള ആടിമയാരാണെന്നറിയാമല്ലാത്ത ആഗ്രഹമാ, അതിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ? പാതിരാത്രി കിടന്നു വന്നവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് 5 അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. 5 അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഈ 5 സ്വഭാവം ആരുടെ ജീവിതത്തിലുണ്ടോ, അവന്റെ ഹൃദയത്തിനകത്ത് മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ സർവേശ്വരനായ റബ്ബുണ്ടല്ലോ. ആ റബ്ബിന്റെ സിംഹാസനം അവന്റെ ഹൃദയത്തിലുണ്ടെന്ന് ത്വാഹ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അല്ലാഹ് ഇരിക്കണത് എവിടാ? ഒരു സഹാബി ചോദിച്ചു, അല്ലാഹ് ഇരിക്കണത് അർശില. ഉടനെ ചോദിച്ചു, അയിന അർശുള്ള, അർശ് എവിടെ? അല്ലാഹുവിന്റെ അർശ് എവിടെ ഇരിക്കുന്ന നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു യഥാർത്ഥ അടിമയുടെ ഹൃദയത്തിനകത്താണ് അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നതെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, നബിയെ, അറിയാമല്ല അടയാളമുണ്ടോ? ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിന്റെ സിംഹാസനമുണ്ടോ എന്നറിയാൻ വല്ല അടയാളവുമുണ്ടോ? 5 അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജീവിതത്തിലുണ്ടെങ്കിൽ നീയാണ് അല്ലാഹു ആദരിച്ച അടിമയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ്. അല്ലാഹുവേ, 9.5 മാസമായി പ്രസവിക്കുന്ന പെണ്ണ്, ഗർഭിണിയായ പെണ്ണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് പോലെ ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കാര്യം നീട്ടിയിരിക്കുക. എന്താ ഇങ്ങനെ? നിങ്ങളാരും ചിരിക്കൂലേ? ഇവിടുത്തെ നാട്ടുകാർ എന്റെ സത്യം ചിരിക്കൂല. എല്ലാവരും ഇങ്ങനെ പെണ്ണും പിള്ളേ എടുത്ത് പിണങ്ങിയിരിക്കണ പോലെ എന്റെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ടിരിക്കും. എല്ലാവരും ഇരിക്കുമ്പോ ചിരിച്ചാലും സദക്ക അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാണ്. എല്ലാവരും ഇരിക്കും, പെട്ടെന്ന് നിർത്താൻ. ഈ ഫാൻ കറങ്ങും, നമുക്ക് ഒത്തിരി ചൂട് തരുമോ? വേണ്ടപ്പോ കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അല്ലാഹു പരലോകത്ത് നിന്ന് വിറക്കുന്നവരെ തൊട്ട് എന്നെ കാക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ മനുഷ്യന്മാരെ, ഉസ്താദിനായതുകൊണ്ടാണ്. അല്ലാഹു നിങ്ങളെയും കാക്കുമാറാകട്ടെ. അതാണ് എല്ലാവരും പാലിട്ട് അങ്ങോട്ടും പോണല്ലേ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സൂറത്തുൽ ഖൽബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു ആദരിച്ച അടിമയ്ക്ക് 5 അടയാളങ്ങളാണുള്ളത്, 5 സ്വഭാവങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ സ്വഭാവം എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഹുസ്നുൽ വന്നി ബില്ലാഹി തആല. അല്ലാഹു ആദരിച്ച അടിമകളുടെ ഒന്നാമത്തെ അടയാളമാണെന്നറിയുമോ? അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതാറുള്ളൂ. അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഭാവനയാണ്. അവന് രോഗം വന്നാലും കടം വന്നാലും ദുഃഖം വന്നാലും വേദന വന്നാലും ഒന്നിനു പുറകെ നന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങളുമായി കടന്നു വന്നാൽ അവൻ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തൂല, അവൻ അല്ലാഹുവിനെ കുറിച്ച് പരാതി പറയൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹു ആദരിച്ച അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവനൊരു കാര്യമറിയാ, ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല, ആര് കളിയാക്കിയാലും എന്റെ റബ്ബെന്നെ കളിയാക്കൂല, ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റബ്ബെന്നെ സഹായിക്കും. അവന് പടച്ചവനെ വല്ലാത്ത വിശ്വാസമാ, അവൻ അല്ലാഹുവിൽ വല്ലാതെ പ്രതീക്ഷ വെക്കുന്നവനാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു ആദരിച്ചവരടിമയെ പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരാ ഇബ്രാഹിം നബി? ആരാ? അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വിഗ്രഹങ്ങൾ തകർത്തതിന്റെ പേരില് നമ്രൂദിന്റെ അനുയായികൾ പിടിച്ചു കെട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ടൊരു ഭയാനകമായ കുഴിയുണ്ടാക്കി, എന്നിട്ട് അതിനകത്ത് വിറകുകൾ ശേഖരിച്ചിട്ട് തീ കത്തിക്കുകയാണ്. അടുത്തു പോകാൻ കഴിയുന്നില്ല. ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു വീടുന്ന രീതിയിലുള്ള തീക്കുണ്ടാരമുണ്ടാകുകയാ. അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടിയിട്ട് അമ്പും വില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. വില്ലിങ്ങനെ വെച്ചിട്ട് അമ്പയിൽ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാ. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടിയിട്ട് ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. വാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, ഒരു നാട് മുഴുവനും എതിരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അവിടുന്ന് പറയുന്നു, നബിയേ, ഒന്നനുവാദം തരുവോ, ഒന്നനുവാദം തരുവോ? ഈ തീകുണ്ടാരം അണച്ചു കളഞ്ഞിട്ട് അങ്ങയെ ഞാൻ രക്ഷിക്കാൻ നബിയേ. ഇബ്രാഹിം നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ അവിടുന്ന് പറയുന്നു, ജിബ്രീലേ, ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്നെ പടച്ച റബ്ബിനറിയാ, എന്നെ രക്ഷിക്കാ. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എനിക്കിതുവരെയെല്ലാം തന്ന എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ, എന്നെ രക്ഷിക്കാ. നിന്റെ സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് 40 ദിവസത്തെ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു രോഗം വന്നാൽ, നമുക്കൊരു കടം വന്നാൽ, നമുക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ പറയുമല്ലോ, ഞാൻ 5 നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാ, പള്ളി കെട്ടിക്കൊടുത്തവനാ, സദഖ കൊടുത്തവനാ, എത്രയോ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വിട്ടു, എനിക്ക് അല്ലാഹു എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എനിക്കിത് വന്നല്ലോ, എനിക്കിത് വന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവൻ സ്നേഹിച്ച അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഭാവന വെക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലുമൊക്കെ വരട്ടെ, ദുഃഖം വരുമ്പോ നമ്മൾ പറയും, ഉസ്താദേ, ഞാൻ 5 നേരം പള്ളി പോയി നിസ്കരിക്കുന്നവനെ എനിക്കിത് വന്നല്ലോ, ശരിയായില്ലെന്നാ പറയും. നമുക്ക് എന്തെങ്കിലുമൊക്കെ കടന്നു വരുമ്പോ നമ്മൾ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്നവർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം കരുത്, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്കിന്നതില്ല, നമുക്കിന്നതില്ല. മക്കളൊക്കെ പരീക്ഷ എഴുതിയിട്ടിരിക്കുക, മക്കളൊക്കെ A+ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, 25-ാം തീയതി റിസൾട്ട് വരും, 25-ാം തീയതി റിസൾട്ട് വരും. നമ്മുടെ മക്കൾ അന്ന് കയറെടുക്കും ഫാനിൽ തൂങ്ങാൻ, നരമ്പ് മുറിക്കും, വിശപടിച്ച് ജാമം കാത്തിരിക്കുക. എന്തേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലക്ഷങ്ങളുടെ കടം വന്ന തീർന്നു കഴിഞ്ഞ് നമ്മുടെ കൈമാൻ കടമുണ്ടായി
ഉണ്ടായി കഴിയുമ്പോ, നഷ്ടമുണ്ടായി കഴിയുമ്പോ, വേദനകൾ കടന്നു വരുമ്പോ, നാട്ടുകാർ പരിഹസിക്കുമ്പോ ഒരു കയറെടുത്തിട്ട് തൂങ്ങിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ. എന്തേ സഹോദര, അള്ളാഹ് നിനക്ക് വിശ്വാസമില്ലാതെ പോയി? അള്ളാഹ് നിനക്ക് എന്തേ വിശ്വാസമില്ലാതെ പോയി? ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയണം. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ദുഃഖവും ദുരിതവും വേദനയും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാളുമില്ല. ഇരിക്കണ എനിക്കും നിങ്ങൾക്കും 1000 പ്രശ്നങ്ങളുണ്ട്, 1000 പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്ത് വേദന വന്നാലും, എന്ത് രോഗം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും നാട്ടുകാരോട് എനിക്ക് രോഗമായി, എനിക്ക് കടവാ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ ഉപ്പ. ഒരാളോടും പറയരുത്. നിനക്ക് ക്യാൻസർ രോഗം വിളിച്ചാലും ചിരിക്കുന്ന മുഖത്തോടെ പറയണം, എന്നെക്കാളും എത്രയോ ബുദ്ധിമുട്ടവർ, എത്രയോ വയ്യാത്തവർ, അല്ലാഹുവേ എനിക്ക് നടക്കാം, എനിക്ക് ഇരിക്കാം, എനിക്ക് കാണാം, എനിക്ക് സംസാരിക്കാം, ഇതിനു പോലും പറ്റാത്ത എത്രയോ മാരക രോഗം പിടിച്ചടക്കുന്നവർ അൽഹംദുലില്ലാഹ് പറയാൻ കഴിയണം, പറയാൻ കഴിയണം. നിനക്ക് ലക്ഷങ്ങളുടെ കടവ ഉണ്ടായി, എന്ത് പ്രശ്നമുണ്ടായാലും ഒരിക്കലും നീ അല്ലാഹനെ കുറ്റപ്പെടുത്തരുത്. ഒറ്റ ഹദീസ് ഓർത്താ മതി, ഒരേ ഒരു ഹദീസ് ഓർത്താ മതി. ഏതാ ഹദീസ്? ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇല്ല യലമൽ ജസാ മഅലമൽ ബലാ ഖാല നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് മനസ്സിൽ എഴുതി വെച്ചാൽ മതി. എത്ര ദുഃഖം വന്നാലും നീ കരയൂല, എത്ര വേദന വന്നാലും ഒരാളോട് നീ പറഞ്ഞുകൊണ്ട് നടക്കൂല. ഈ ഒറ്റ ഹദീസ്. എന്തേ ഹദീസ്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, അള്ളാന്റെ റസൂൽ പറയുന്നു, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ഉപ്പ ഒരു കയറ്റം കഴിഞ്ഞാൽ എന്നായാലും ഒരു ഇറക്കമുണ്ട്, ഒരു കയറ്റം കഴിഞ്ഞാൽ എന്നായാലും ഒരു ഇറക്കമുണ്ട്. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അള്ളാഹു നിനക്കിപ്പോ ഈ വേദന തന്നിരിക്കുന്നത് എന്തോ ഒരു സന്തോഷം തരാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. നിനക്ക് കടമാണോ? നിനക്ക് കടമാണോ? നിന്റെ കടം മാറി നിനക്ക് അനുഗ്രഹം വരാൻ പോകുന്നു, അതിന്റെ അടയാളം ഇത്. നിനക്ക് രോഗമാണോ? നിനക്ക് ആരോഗ്യം വരാൻ പോകുന്നു, അതിന്റെ അടയാളം. എന്തോ നല്ലത് വരുന്നതിന്റെ അടയാളമാ അള്ളാഹു നിനക്ക് പരീക്ഷണം തരുന്നത് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് പറഞ്ഞുകൊടു, പൊന്നുമോനെ A+ പോയാ പോട്ടടാ, അതിനെക്കാളും വലിയ പ്ലസ് വരാനാ നിനക്ക് അള്ളാഹു ഈ വേദന തന്നത്. പരീക്ഷയ്ക്ക് തോറ്റാ തോക്കട്ടെ, പരീക്ഷയ്ക്ക് തോറ്റാ തോക്കട്ടെ, പക്ഷെ നീ അള്ളാന്റെ മുന്നിൽ തോക്കാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് നല്ല ഭാവന വെച്ചോ. എന്റെ പ്രിയമുള്ളവരെ, എന്തെങ്കിലൊക്കെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, അവരെ കൊണ്ടല്ലേ താങ്ങാൻ കഴിയാത്തത്. അള്ളാഹുവേ, എന്തെങ്കിലൊക്കെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ സ്വന്തം മക്കളെ വിഷം കൊടുത്തു കൊന്നിട്ട് കേറി തൂങ്ങിച്ചാവുന്ന എത്രയോ മക്കളുണ്ട്, എത്രയോ മാതാപിതാക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധികളും പിടിച്ചു നിൽക്കാനുള്ള ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാ. നിനക്ക് ചാകണമെന്ന് തോന്നുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്കിലും പൊന്നുമോനെ ഈ ദിക്റൊന്ന് പറഞ്ഞു നോക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തരികയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നാട്ടുകാരെ കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, വീട്ടിലിറക്കി വിടട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പൊന്നുമോളെ പതറല്ലേ, പതറല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഒരു അപവാദം പറയുകയാണ്. ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹ വ്യഭിചരിച്ചെന്ന്. ആരെ കുറിച്ചാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാ, പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സഹാബിയുമായി വ്യഭിചാരത്തിന്റെ ആരോപണം വന്നു. സഹാബാക്കൾ മുഴുവനും വിശ്വസിക്കുകയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മുഴുവനും വിശ്വസിച്ചു. അവിടെയും ഇവിടെയും നിന്നിട്ട് ഒളിഞ്ഞൊളിഞ്ഞ് കളിയാക്കുകയാണ്, കുത്തുവാക്കുകൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭാര്യയെ കുറിച്ച് മോശമായി പറയുന്നത് കേട്ടപ്പോ പ്രവാചകന് താങ്ങാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, ആയിഷ, നിന്റെ വീട്ടിലേക്ക് പോവായിഷ. ആയിഷ ബീവിയുടെ ഹൃദയം പൊട്ടുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക്
വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ അല്ലാഹുവേ ആയിഷ ബീവി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഭർത്താവ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. വീടിന്റെ വെളിയിലിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാണ്. ഓടിച്ചെന്ന് പൊന്നുമോള് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ ഇവര് പറയുന്നത് കള്ളമാണ് വാപ്പാ, എന്നെ കൊണ്ടെങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഞാൻ റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, എന്നെ കൊണ്ടെങ്ങനെ ചെയ്യാൻ കഴിയുമോ? വാപ്പ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ആയിഷ വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. വാപ്പയും കൈയൊടിയുകയാണ്. ആയിഷ റളിയല്ലാഹു തആല വീട്ടിലേക്ക് ഓടുകയാ. തന്റെ പെറ്റ ഉമ്മയുണ്ടല്ലോ, മക്കള് കരയുന്നത് ഉമ്മാനെ സഹിക്കാൻ കഴിയൂലല്ലോ, ആര് കൈവിട്ടാലും ഉമ്മ കൈവിടൂലല്ലോ. ആയിഷ റളിയല്ലാഹു തആല ഓടിച്ചെന്നിട്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മ ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാ, ഇവര് പറയുന്നത് കള്ളമാണുമ്മ. ആയിഷ റളിയല്ലാഹു തആല തന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉമ്മ പറയുന്നു, ആയിഷ തെളിവുകൾ മുഴുവനും നിനക്കെതിരാ മോളെ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ഉമ്മയില്ല, വാപ്പയില്ല, ഭർത്താവില്ല, ഒരു നാട് മുഴുവനും വ്യഭിചാരി എന്ന് മുദ്ര കുത്തപ്പെടുമ്പോ പടച്ചവരെ ആയിഷ എന്ന പൊന്നുമോള് നരമ്പ് മുറിച്ചില്ല, കയറെടുത്ത് തൂങ്ങിയില്ല, വിഷമടിച്ച് മരിച്ചില്ല, വീടിനകത്തേക്ക് കയറുകയാണ്. അന്ന് ആയിഷയ്ക്ക് 16 വയസ്സിന്റെ താഴെയാ പ്രായം. അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കെന്ന് 16 വയസ്സിന് താഴെയാ പ്രായം. വീടിനകത്ത് കയറി. ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞു, 14 ദിവസം കഴിയുകയാണ്. 14 ദിവസം കഴിയുകയാ. 15ാമത്തെ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാ. തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങി ഓടി ചെന്നിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നബിയേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. 7 ആകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ, എനിക്ക് വേണ്ടി ഖുർആനിൽ ഒരായത്തിറങ്ങിയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ നിനക്ക് വേണ്ടി ഖുർആനിൽ ഒരായത്തിറങ്ങി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരേണ്ട താമസം ആയിഷ ബീവി പറയുന്നു, നബിയേ എനിക്കുറപ്പായിരുന്നു നബിയേ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാകുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിച്ചു, ആയിഷ ഇത്ര ഉറപ്പന്തേ ആയിഷ, ഇത്ര ഉറപ്പന്തേ ആയിഷ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് ഇത്ര ഉറപ്പന്തേ ആയിഷ. യാ റസൂലല്ലാഹ് എല്ലാരും എന്നെ കൈവിട്ടപ്പോ 14 ദിവസം നിസ്കാരപ്പായിലിരുന്ന് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ, ഒരേ ഒരു ദിക്റാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ ആ ദിക്റേതാ പൊന്നുമോളെ? അല്ലാഹുവിന്റെ സഹായം നേടിയ, ജിബ്രീലിനെ വിളിച്ചിറക്കിയ, പ്രതിസന്ധിയിൽ ഒരു നാട് മുഴുവനും നിന്നെ കളിയാക്കിയപ്പോ നീ പിടിച്ചു നിന്ന ദിക്റേതാ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, നബിയേ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആയിഷ എന്ന പൊന്നുമോൾ നിസ്കാരപ്പായിലിരുന്ന് കിടന്നുകൊണ്ട് പറയുന്നു, അല്ലാഹ് എന്റെ ഉമ്മ എന്നെ കൈയൊടിഞ്ഞാലും, എന്റെ ബാപ്പ എന്നെ കൈയൊടിഞ്ഞാലും, ആരൊക്കെ എന്നെ കളിയാക്കിയാൽ നീ എന്നെ കളിയാക്കല്ല അല്ലാ. ആര് കൈയൊടിഞ്ഞാലും നീ എന്നെ കൈയൊടിയല്ല റബ്ബേ. അല്ലാഹുവേ എനിക്ക് നീ അല്ലാതെ ആരുമില്ല, എനിക്ക് നീ അല്ലാതെ ആരുമില്ല.
പടച്ചവരെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കും നിനക്ക് പറയാ. അതുകൊണ്ട് എന്നെ സഹായിക്കണേ അല്ലാ. ഹസ്ബുനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ദിക്റാ പൊന്നുപോലെ. നിന്റെ മനസ്സ് വേദനിക്കുമ്പോ, നിന്റെ മനസ്സ് വേദനിപ്പിക്കുമ്പോ, നാട്ടുകാര് നിന്നെ ഒറ്റപ്പെടുത്തുമ്പോ, എവിടെയെങ്കിലും ഇരുന്നിട്ടൊരു 3 പ്രാവശ്യം പറ പൊന്നുമോനെ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞാ നിനക്ക് സമാധാനം കിട്ടുമെന്ന് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ കരുതാൻ പാടുള്ളൂ. നീ കരയുന്നതല്ലാൻ ഇഷ്ടമല്ല, നീ കരയുന്നതല്ലാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് പൊന്നുമോരെ, അല്ലാഹു ആദരിച്ച അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? ഹുസ്നുൽ വന്നി ബില്ലാഹി തആല. അവൻ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം കരുതുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വന്നാലും, കടം വന്നാലും, ദുഃഖം വന്നാലും, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കടവാ ദുആ ചെയ്യാൻ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ കച്ചവടം മുഴുവനും നഷ്ടത്തിലാണ്. കച്ചവടം മുഴുവനും നഷ്ടത്തിലാണ് നബിയെ. കടക്കാരനായി മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്ന നബി, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ്. ഞാൻ കടക്കാരനായി മരിക്കുമോ എന്ന് പേടിക്കുന്ന നബി, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് 2 കാര്യം പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 കാര്യം ഞാൻ പറഞ്ഞു തരാം. ജീവിതത്തിൽ ചെയ്ത നിന്റെ കടം മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 കാര്യം പറഞ്ഞുതരാം. ജീവിതത്തിൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം, കടമുള്ളവന്റെ കടം മാറും, കടക്കാരനായി നീ മരിക്കില്ലെന്ന് ത്വാഹാ റസൂലുള്ളാഹി. ഒരു 2 കാര്യം പറഞ്ഞുതരാം, ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഒരു 2 കാര്യം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പറ മനുഷ്യന്മാരെ, ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ, ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിലിരുന്നിട്ട് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. പറ ഇൻഷാ അല്ലാഹ്. 2 കാര്യം കടക്കാരനായി മരിക്കാതിരിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി, നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് നിന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ വീടിന്റെ വാതിലിൽ ആദ്യം നീ ആരെ കാണുന്നു, ആ മനുഷ്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പറഞ്ഞാൽ നിന്റെ കടം മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്ക്. പള്ളിയിൽ വരും, റോഡെ പോകുന്നവനോടും വരുന്നവനോടും പള്ളി കാണുന്ന എല്ലാവരോടും നമ്മൾ സലാം പറയും. പക്ഷെ വീട്ടിൽ പോകുമ്പോ ഭാര്യയോട് സലാം പറയാറുണ്ടോ? സ്വന്തം ഭാര്യയെടുത്ത് സലാം പറയാറുണ്ടോ? മക്കളോട് പറയാറുണ്ടോ? മാതാപിതാക്കളോട് പറയാം? നമുക്ക് അതൊക്കെ വലിയ അലർജിയാപ്പ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ വീടിന്റെ വാതിലിൽ കാണുന്ന മനുഷ്യനോട് നീ സലാം പറഞ്ഞാൽ നിന്റെ കടം മാറുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? 2 വീടിനകത്ത് കയറി നീ ധരിച്ചിരിക്കുന്ന വസ്ത്രവും, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ജുബ്ബയോ ഷർട്ടോ എന്തുമാകട്ടെ ഊരി, ഫർദയാകട്ടെ ഊരിയിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തുണി തൂക്കിയിടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നീ ആ സൂറത്ത് ഓതിയ നീ കടക്കാരനായി മരിക്കില്ലെന്ന് ത്വാഹാ റസൂലുള്ളാഹി. സൂറത്ത് വസ്ത്രം മൂരി അതങ്ങോട്ട് ഇടുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതണം. അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം കരുത്. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദുആ ചെയ്താൽ ഇന്നത്തെ ഈ സദസ്സിലെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് 101% ഉറപ്പുള്ളവർ മാത്രം ഒന്ന് കൈവയ്ക്കും. ഇത് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കുടവടയ്ക്കുന്ന സ്വഭാവം. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹു ആദരിച്ച അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അള്ളാഹുവിൽ നല്ല ഭാവന വെക്കുമെന്നാണ്.
ഈ നല്ലവരിയ്ക്കുന്ന ഈ സ്വർഗത്തിൽ ദുആ ചെയ്തിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയിപ്പോ എന്നത്തെ ദുആ അല്ലാഹു സ്വീകരിക്കണം? നീ എന്നത്തേക്ക് നോക്കിയിരിക്കുക? എന്റെ ഉപ്പ നീ കഅബാലയത്തിൽ പോയി ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്ത്? നിന്റെ സ്വഭാവം ഇതല്ലേ? നിനക്ക് തന്നെ അറിയാം നീ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്. നിനക്ക് തന്നെ അറിയാം നീ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്. എന്താ ഇങ്ങനെ ആയി പോയത്? അല്ലാഹു നന്നാക്കുമാറാകട്ടെ, അല്ലാഹു നന്നാക്കുമാറാകട്ടെ. ആകെ ദുആ പ്രതീക്ഷ ഞാനും ഇതിരിക്കണം, എല്ലാരും വന്നിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഇങ്ങനത്തെ ആൾക്കാരാ. ഒരു കഥ പറഞ്ഞു തരാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നരകത്തിന്റെ കവാടമടച്ചു. അതിനകത്ത് നിന്ന് ജയില് ചാടുന്നത് പോലെ രണ്ട് ചെറുപ്പക്കാര് നരകത്തിന്റെ മതിൽ ചാടി. രണ്ടുപേരും ചാടി വെളിയിൽ വന്നപ്പോ സ്വർഗം കണ്ടു. ഒറ്റ ഓട്ടം സ്വർഗത്തിലേക്ക്. ഓടുന്ന വഴിയിൽ മലക്കുകൾ പിടിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അള്ളാഹു രണ്ടുപേരെയും നോക്കിയിട്ട് പറഞ്ഞു, വന്ന വഴിയെ തിരിച്ചു പൊക്കോളാം. രണ്ടുപേരോടും പറഞ്ഞു, വന്ന വഴിയെ തിരിച്ചു പൊക്കോളാം. അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ മിണ്ടാതെ പോയി. പോടാന്ന് പറഞ്ഞു, അവനങ്ങ് പോയി. തിരിഞ്ഞു പോലും നോക്കിയില്ല, അവനങ്ങ് പോയി. എന്നാൽ രണ്ടാമത്തെ ചെറുപ്പക്കാരൻ പോകുന്നില്ല. ഇവൻ അള്ളാന്റെ മുന്നിൽ നിന്നിട്ട് കരയുന്നുണ്ട്, അള്ളാനെ നോക്കി പീഡിപ്പിക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു, എടാ നിന്റെ കൂടെ വന്നവൻ പോയി, ഞാൻ പോകത്തില്ല, പടച്ചോടെ ഞാൻ പോകൂല. ഇവന്റെ ഈ നോട്ടം കണ്ടിട്ട് അള്ളാഹു ഇവനോട് ചോദിച്ചു, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കണേ? നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണം, നോക്കി പേടിപ്പിക്കണേ എന്താ? ഈ ചെറുപ്പക്കാരൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല പടച്ചവനെ വിചാരിച്ചിരുന്നത്. അപ്പൊ അള്ളാഹ് ഇവനോട് ചോദിച്ചു, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരുന്നത്? അപ്പൊ ഈ അടിമ പറഞ്ഞു, അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് കേറി വന്ന നീ എന്നെ പിടിക്കുമെന്ന് എനിക്കറിയാം. ഈ നരകത്തിനകത്ത് നിന്ന് ഞാൻ കണ്ണു വെട്ടിച്ചു വന്നാൽ നീ പിടിക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ കേറി വന്ന എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, എനിക്കൊരു കാര്യം അറിയാം. നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അല്ലാഹുവേ, നിന്റെ അടിമ എത്ര വലിയ പാവിയാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അല്ലാഹുവേ, നിന്റെ മുന്നിൽ വന്നിട്ട് പടച്ചവനെ ഈ നരകത്തിന്റെ തീകകത്ത് നിന്ന് കേറി വന്ന് നിന്റെ മുന്നിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കണ്ണീര് കണ്ടിട്ട് നീ സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ടാട് പടച്ചവനെ ഞാൻ ഇതിനകത്ത് നിന്ന് കേറി വന്നതെന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂല് പറയുകയാണ്, പടച്ചവനെ കുറിച്ച് നല്ലത് വിചാരിച്ചതിന്റെ പേരില് അള്ളാഹു ഈ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. എന്റെ പൊന്നാര ഉപ്പ നരകത്തിൽ കടന്നവൻ അറിയായിരുന്നു, ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ റബ്ബെനിക്ക് സ്വർഗം തരുമെന്ന് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ വന്നിരുന്നിട്ട് നിങ്ങളിൽ പലർക്കും അവന്റെ അത്ര പോലും വിശ്വാസം ഇല്ലാതെ പോയി. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. അല്ലുപ്പ, നീ ചോദിച്ചിട്ട് എന്താ നിനക്ക് അല്ല തരാത്ത? അതും കൂടെ ഒന്ന് പറഞ്ഞു. ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോ കൈവെക്കാൻ മനസ്സില്ലാത്ത നിന്നോട് ചോദിക്കാൻ, നീ ചോദിച്ചിട്ട് എന്തേ അല്ല നിനക്ക് തരാത്ത? എന്റെ പൊന്നാര വാപ്പ, നീ ചോദിച്ചതിനെക്കാളും 1000 ഇരട്ടി അല്ല നിനക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നന്ദിയില്ലാത്ത വാക്ക് പറയരുത്. നന്ദികേട് അല്ലാഹു ഇഷ്ടപ്പെടൂല. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറ, ദുആ ചെയ്താൽ സ്വീകരിക്കോ? ഇന്നത്തെ ദുആ സ്വീകരിക്കുന്ന ഉറപ്പുള്ളവർ ഇനി കൈപൊക്കി കശം വേദന എടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അൽഹംദുലില്ലാ. അപ്പൊ നമ്മളെ ഉള്ളു, ഇപ്പൊ സ്റ്റേജിൽ ഇരിക്കണവരെ ഉള്ളു. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു മരിക്കോടെ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു ആദരിച്ച അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അറിയാം, ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആ വിശ്വാസം അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് വെള്ളം തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ പാതിരാത്രി കടന്നു വന്നവര് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ അടയാളം, ഈ സദസ്സിലിരിക്കുന്നവരിൽ ആരാണോ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്, എല്ലാരും കടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവേ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിന്റെ ജീവിതത്തിലുണ്ടോ? അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന സ്വഭാവം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്കുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്താണ് അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നതെന്ന് ത്വാഹ റസൂലുള്ളാഹി. ഉസ്താദെ നട്ടുച്ചയ്ക്ക് പള്ളിയിൽ കയറുന്നില്ല, ഇനിയില്ലേ ഇപ്പൊ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം ഇല്ലേ? 12:30 ളുഹർ ബാങ്ക് വിളിക്കുമ്പോ ഞാൻ കയറുന്നില്ല, ഇനി രാത്രി 2 മണിക്ക് വേറെ പണി വല്ലുണ്ടില്ലേ? അതാപ്പ എല്ലാരെ കൊണ്ടും പറ്റൂല. പകല് പള്ളി കയറി നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും? പകല് പള്ളി കയറി നിസ്കരിക്കാൻ എവരെ കൊണ്ടും പറ്റും. പക്ഷെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അള്ളാഹു സ്നേഹിച്ചവർക്കേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. എന്ത് പ്രതിഫലം, എന്ത് പ്രതിഫലം! പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 11 സമയങ്ങളിൽ ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 11 സമയങ്ങളിൽ ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. അതിലൊരു സമയം ഏതെന്നറിയുമോ? അത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് മലിക്കുൽ ജബ്ബാറായ പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് നീ ദുആ ചെയ്താ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് നിന്റെ പരാതി മുഴുവനും അല്ലാഹുവോട് പറ. കടവാണോ, രോഗമാണോ, കച്ചവടമില്ലേ, ദുഃഖമാണോ, വീടില്ലേ, മക്കളില്ലേ, അല്ലാഹുവോട് പറ. അള്ളാനോട് പറ. നമുക്കങ്ങനെ ഒരു സ്വഭാവമില്ലല്ലോ, നമുക്കങ്ങനെ ഒരു സ്വഭാവമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എഴുന്നേറ്റ് ദുആ ചെയ്യ്, ദുആ സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും കോടാനുകോടി പാപം. ഇന്ന് രാവിലെ മുതൽ നോക്ക്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൊണ്ട് കണ്ടത് പാപം, ചെവി കൊണ്ട് കേട്ടത് പാപം, നാവ് കൊണ്ട് പറഞ്ഞത് പാപം, കൈ കൊണ്ട് പിടിച്ചത് പാപം, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്ക്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപം. കോടാനുകോടി അപരാധം ചെയ്തവരാ ഞാനും നിങ്ങളും, കോടാനുകോടി അപരാധങ്ങൾ ചെയ്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പൊന്നുമോനെ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരില്ല. ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയതാ. അതുകൊണ്ട് പൊന്നുമോനെ, ഇന്ന് രാത്രി നിനക്കൊന്ന് കരയാ മനസ്സുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ പാതിരാത്രിയിൽ നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവോട് പറമോരെ, അല്ലാഹു നിനക്ക് പുറത്തു തരും. ചെറുപ്പക്കാരാ, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു നിനക്ക് പുറത്തു തരും. പൊന്നുപോലെ, എത്രയോ കൊടുപ്പാവികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. എത്രയോ 100 കൊല ചെയ്തവന് പോലും അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, പൊന്നുമോനെ, നിന്റെ ചരിത്രത്തിലേക്ക് ഇടങ്ങേണ്ട ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല പറയുകയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവന്റെ കരച്ചൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞതാ നബിയേ. ഈ പറയുന്നതാരാ? കിസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞു പോയതാ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ? അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ചെറുപ്പക്കാരാ, കരയാൻ തുടങ്ങിയിട്ട് നാടുകളായല്ലോ, എന്തേ പൊന്നുമോനെ ഇതുപോലെ കരയാൻ എന്തേ സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ
എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടോ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ച് മിൻഹോ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മയ്യത്ത് ഖബറിനകത്തിറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും ഖബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. ആ ഖബറിന്റെ ഭാഗത്ത് നിന്ന് അവസാനം പോകുന്നത് ഞാനാ നബിയേ. ആ ഖബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാ. ആ ഖബറിന്റെ മുകളിൽ ഒരു കമ്പെടുത്ത് കുത്തിവെക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു ചെല്ലുകയാ. എല്ലാവരും കിടന്നുറങ്ങിക്കഴിയുമ്പോ പാതിരാത്രി ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പള്ളിക്കാട്ടിൽ പോവുകയാണ്. അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് പച്ചമണ്ണ് വെട്ടി മാറ്റുകയാണ്, പലകകളെടുത്ത് മാറ്റുകയാണ്. ആ ഖബറിനകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, അത് ഞാൻ അടിച്ചെടുക്കും നബിയേ. മയ്യത്തിന്റെ കഫം തുണി മോട്ടിക്കുന്ന കള്ളരാട് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയേ, എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നഗ്നരാ നബിയേ. അവരുടെ കഫം തുണി മോട്ടിച്ച കള്ളരാട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, ചെറുപ്പക്കാരാ, കരയണ്ട പൊന്നുപോലെ അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. പ്രവാചകന് സമാധാനിപ്പിച്ചു. പക്ഷേ പിന്നെയും ഇരുന്ന് കരയുകയാ, പിന്നെയും ഇരുന്ന് കരയുകയാ. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ. എന്നെ പോലെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും തെറ്റ് ചെയ്തിട്ടില്ല. അത്ര വലിയ കൊടുംപാപം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്തെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് തന്റെ തലയിൽ മണ്ണ് വാരിയിട്ടിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന സൗന്ദര്യറാണിയായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ. ഇവരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കുകയാണ്. അടയാളം വെച്ച് തിരിഞ്ഞുപോയി പാതിരാത്രി എന്നിട്ട് ആ പെണ്ണിന്റെ കബറങ്ങ് മാന്തുകയാണ്, മണ്ണുകളെ വെട്ടി മാറ്റുകയാണ്, പലകകളെടുത്ത് മാറ്റുകയാണ്. ആ കബറിനകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫം തുണികൾ അടിച്ചെടുക്കുകയാ. എന്നിട്ട് കബറിന്റെ മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ട് വീസാങ്കല്ലുകളെ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ പള്ളിക്കാട്ടിലൂടെ നടക്കുകയോ. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ, യാ റസൂലല്ലാഹ്, കബറിനകത്തൊരു നൂൽബന്ധം പോലുമില്ലാതെ, ഔറത്ത് പോലും മറയ്ക്കാതെ കബറിനകത്ത് കിടക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് വികാരം തോന്നി നബിയേ, എനിക്ക് വികാരം തോന്നി നബിയേ. രണ്ടാമതും കബറിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാ, പലകകളെടുത്ത് മാറ്റുകയാണ്. കബറിനകത്തിറങ്ങിയിട്ട് അതിനകത്ത് കിടക്കുന്ന മരിച്ച പെണ്ണിന്റെ മയ്യത്തിന് ഞാൻ കബറിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. പ്രവാചകന്റെ താടിരോപത്തിലൂടെ കണ്ണീരൊലിക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ കബറിനകത്ത് കിടന്ന് പെണ്ണിന്റെ മയ്യത്തിനെ വ്യഭിചരിച്ചു നബിയേ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫഹല്ലീ മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ. പൊന്നുമോ
പൊന്നുമോനെ, മരിച്ച പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കി പാതിരാത്രിയിൽ ആ കബറ് 2 പ്രാവശ്യം മാന്തിയിട്ട് ആ മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഹല്ലീ മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? പ്രവാചകൻ പറയുന്ന ചെറുപ്പക്കാരാ, പോ പൊന്നുമോനെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറമോനെ, അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പൊന്നുമോനെ, തിരമാലകളോളം പാപം ചെയ്തവരാണെങ്കിൽ അല്ലാഹുവിനോടൊന്ന് ചോദിക്കു ചെറുപ്പക്കാരാ. ഖുർആൻ പറഞ്ഞതെന്തെന്നറിയുമോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുന്നു, ചെറുപ്പക്കാരാ, നബിയേ നബിയേ, എന്റെ ദാസന്മാരോട് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാ നബിയേ, ഞാനവന് പുറത്തു കൊടുക്കാമെന്ന് ഖുർആൻ പറയുമ്പോൾ റജബ് മാസമാ ചെറുപ്പക്കാരാ, റജബിന്റെ മാസമാ പൊന്നുമോനെ, പള്ളികളിൽ ദുആ ചെയ്തു തുടങ്ങിയല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റമദാനിനെ സ്വീകരിക്കാൻ 2 മാസം മുമ്പേ ദുആ ചെയ്തു തുടങ്ങിയിരിക്കുകയാ. അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു നിനക്കൊരവസരം തരികയാ. അല്ലാഹു ഒരേ ഒരവസരം തരികയാ. പൊന്നുമോനെ, നന്നാവു ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ചവൻ ആദരിച്ച അടിമയുടെ 2ാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആ അടിമ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. മയ്യത്തിന് ആരെങ്കിലും ഇച്ചിരി കൂടി പള്ളിയുടെ പുറകിൽ ഒരു കബർ കൊണ്ടിടക്കിയിട്ട് രാത്രി പോയി ആരെങ്കിലും കബർ മാന്തിയിട്ട് വ്യഭിചരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എടാ, ഇങ്ങനെ ചെയ്തവര് പോലും അള്ള പുറത്തു കൊടുത്തത്. എവിടെ കിടന്ന് വ്യഭിചരിച്ചത്? പള്ളിക്കാട്ടി കബറിനകത്ത് കിടന്ന്. കബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ചവൻ അള്ളാഹിനോട് ദുആ ചെയ്തപ്പോ അള്ള പുറത്തു കൊടുത്തു. നീ അത്ര വലിയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത്ര വലുതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹിനോട് പൊട്ടിക്കര മോനെ, നിനക്ക് അള്ളാഹു പുറത്തിരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് വേണമെങ്കിൽ നന്നായിക്കോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആദരിച്ച അടിമയുടെ 3ാമത്തെ അടയാളം ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. സമയം 11 ഇൻഷാ അല്ലാഹ്, പെട്ടെന്ന് നിർത്താം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു ആദരിച്ച അടിമയുടെ 3ാമത്തെ അടയാളം അലാമത്തു ഹുബ്ബില്ലാഹ് ഹുബ്ബുൽ ഖുർആൻ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആദരിച്ച അടിമയുടെ 3ാമത്തെ അടയാളം ആ അടിമയ്ക്ക് പരിശുദ്ധ ഖുർആനിനെ വല്ലാത്ത സ്നേഹമായിരിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. ഖുർആനിനെ വല്ലാത്ത ഇഷ്ടമായിരിക്കും, ഖുർആനിനെ വല്ലാത്ത ഇഷ്ടമായിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ്, ഇന്ന് വഅദ് കേൾക്കാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, മക്ബറയിൽ വരുന്ന ഈ പള്ളിയിൽ വരുന്നതിന് മുമ്പ് നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹു വല്ലയെങ്കിലും ഓതി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ഇന്നത്തെ ദിവസം നിസ്കരിച്ച ഉസ്താദ് വഅദ് തുടങ്ങിയപ്പോ സൂറത്ത് ഓതിയതല്ല, മക്ബറയിൽ ഓതി അതല്ല, അതല്ലാതെ ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹു വല്ല ഓതിയവർ ഒന്ന് കൈവയ്ക്കുക. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ളവരൊക്കെ വലിയ തിരക്ക, വലിയ തിരക്ക, അംബാനിയെക്കാളും വലിയ തിരക്ക. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇതുപോലും ഓതാൻ സമയമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കസേരയൊക്കെ നേരെ ഇടി, ചിലപ്പം ഭൂമി അങ്ങ് താന്നു പോകും. ഇരിക്കണ സ്ഥലത്തോടുകൂടി അങ്ങ് പന്തലിനൊക്കെ നല്ല ഉറപ്പായിരിക്കില്ലേപ്പ? ഉറപ്പുണ്ടോ പന്തലിനൊക്കെ? ചിലപ്പോ ഇടിഞ്ഞു വീണാലും അറിയത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം എന്തേ? ഒരു കുൽഹു അല്ലാഹ് ഓതാൻ സമയമില്ലാത്തവനെ നമ്മളൊക്കെ. നിനക്ക് സ്വർഗം കിട്ടും, നിനക്ക് സ്വർഗം കിട്ടും. നിന്റെ ഹൃദയത്തിനകത്ത് അള്ളാന്റെ അർശ, ശൈത്താന്റെ അർശായിരിക്കണം. അള്ളാന്റെ അർശല്ല, അള്ളാന്റെ അർശ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ നീ ഖുർആനിനെ സ്നേഹിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ ഇങ്ങനെ പഠിക്കാനൊക്കെ കുട്ടികളുണ്ടോ? മദ്രസയിലൊക്കെ കുട്ടികളുണ്ടോ?
ഇത്രയും നാളും ചോദിക്കുമ്പോ പറയും മദ്രസയിലെ മക്കളെ ഇപ്പൊ ഇത്രയും നാളും ചോദിക്കുമ്പോ പറയും ഉസ്താദ് 6 മണിക്ക് വണ്ടി വരും, 7 മണിക്ക് വണ്ടി വരും, ട്യൂഷനാ, പഠിക്കാൻ സമയമില്ല. ഇപ്പൊ ഇനി എന്തു പറയും? ഇപ്പൊ സ്കൂൾ അടച്ചു കഴിഞ്ഞു, ഇപ്പോഴും വിടൂല. എന്താ പണി? പടച്ചവനെ റോഡിന്റെ ഓരത്ത് നോക്കുമ്പോ 12ഉം 13ഉം വയസ്സുള്ള മക്കൾ, അതിന് താഴെ ഉള്ളവന്മാര് ഒരു ഡെസ്കും ബെഞ്ചും പിടിച്ചു വെച്ചിട്ട് മുട്ടായി കച്ചവടം നടത്തുക. നമ്മുടെ മക്കൾ അംബാനിക്ക് പഠിക്കുക, അവൻ ഇപ്പോഴേ ബിസിനസ് പഠിക്കുക. ഇവൻ മുട്ടായി വിറ്റിട്ട് വേണം ഇവന്റെ വാപ്പയ്ക്ക് തിന്നാൻ, ഇവന്റെ ഉമ്മയ്ക്ക് തിന്നാൻ. റോഡിന്റെ ഓരത്ത് ഉപ്പിലിട്ട സാധനം വെച്ചിട്ട് കച്ചവടം നടത്തുന്ന മക്കള് ഗതികേട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളെ വേണമെങ്കിൽ പഠിപ്പിച്ച സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ നിന്റെ മക്കള് കാരണം നിനക്ക് കണ്ണീരല്ലാതെ ഒന്നും ഉണ്ടാവൂല. നമ്മുടെ സമുദായത്തിലെ ഏതെങ്കിലും ഹൈന്ദവ മതമാകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാകട്ടെ എവിടെയെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെറ്റ തള്ളയെ വെട്ടുകത്തി എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുക. ഉമ്മാനെ കൊന്നിട്ട് വന്നതാ. ഒരു കൊല വെട്ടിയിട്ട് പോകുന്ന ഒരു രീതിയിലാണ് ചെറുപ്പക്കാരൻ പോയിരിക്കുന്നത്. എന്തിന്? നാട്ടുകാർ മുഴുവനും കല്യാണം വിളിച്ച് വീട്ടിൽ വന്ന് ബിരിയാണി നിന്നോണ്ടിരുന്നപ്പോ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയത് നമ്മുടെ സമുദായത്തിലെ മക്കളാ, വേറെ ആരുമല്ല എന്ന് ചിന്തിക്ക്. അവക്ക് പോണെങ്കിൽ നേരത്തെ പോകാം, അവക്ക് പോകണമെങ്കിൽ നേരത്തെ പോകാം. വിവാഹത്തിന്റെ അന്ന് നാട്ടുകാർ മുഴുവനും വീട്ടിനകത്തിരുന്നുമ്പോ തിന്നോണ്ടിരിക്കുമ്പോ ഇറങ്ങിയാലേ എന്റെ ഉപ്പയും ഉമ്മയും നാട്ടുകാരുടെ മുന്നിൽ നാറത്തുള്ളൂ. അവക്ക് നല്ല സമയം അറിയാം. എന്റെ ഉപ്പയും ഉമ്മയും നാറണമെങ്കിൽ എപ്പോ ഇറങ്ങണം? തിന്നോണ്ടിരിക്കുമ്പോ നിക്കാഹ് 3 മണിക്ക് 1:30 വീട്ടിലിരുന്ന് ചോറിനോണ്ടിരിക്കുക നാട്ടുകാർ മുഴുവനും അപ്പടിറങ്ങണം. അള്ളാഹു നമ്മുടെ മക്കളെ സാരിഹീങ്ങളാക്കി തരുമാറാകട്ടെ. കാരണം എന്തേ? അങ്ങനെ സാരിഹീകളാകണമെങ്കിൽ വെറുതെ ആകൂല. ആദ്യം നമ്മൾ നന്നാവണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉമ്മയുടെ ഉപ്പയുടെ ജീവിതം. വാപ്പ പള്ളിയിൽ പോകത്തില്ല, വാപ്പ ഉപദേശിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, ഉപദേശിക്കാൻ ഏത് മനുഷ്യരെ കൊണ്ടും പറ്റും. വാപ്പയുണ്ടല്ലോ, വാപ്പ വീടിന്റെ മുന്നിൽ നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വാപ്പ കട്ടൻ വീടിയും വലിച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്തിരുന്നിട്ട് മോനോട് പറയും പള്ളിയിൽ പോയി നിസ്കരിക്കണം. ഈ മനുഷ്യന്റെ കാലിനൊരു കുരുവില്ല, ഒരു രോഗവും ഇല്ല. സ്വന്തം ചെയ്യേണ്ടതെന്ത്? വാപ്പ മുന്നിൽ നടക്കണം, മകനെ പുറകെ പിടിച്ചുകൊണ്ട് പോകണം. എന്നാ വാപ്പ പറയും നീ പോയി നിസ്കരിക്കും, എനിക്ക് വയ്യ. ഉമ്മ ടിവിയുടെ ഫ്രണ്ടിൽ പെറ്റി കിടക്ക, മഗ്രിബിന് ചന്ദനമഴയും കണ്ടുകൊണ്ട് അവള് കിടക്ക. അപ്പൊ പറയും മോളെ യാസീൻ ഊത്, സലാത്ത് പറ, അല്ലാഹ് മഗ്രിബിന്റെ സമയമായി, ഞാനിവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതെന്താ ന്യായം? അവർക്കിന്ന് ചന്ദനമഴയും പരസ്പരവും. അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ദീത്തി എന്ന് പറയുന്നൊരു പെണ്ണുണ്ട്, അവളല്ലാതെ വേറൊന്നുമില്ല. അവരുടെയൊക്കെ ഹൃദയത്തിനകത്ത് അങ്ങനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിച്ചോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ഉമ്മ ഒരു ചെറിയ കുട്ടിയെ ഒരു ചെറിയ പയ്യനെ പിടിച്ചുകൊണ്ട് വന്ന് നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇവൻ മധുരമധികമായിട്ട് വാരി തിന്നുന്ന നബി. ആരും പറഞ്ഞിട്ട് കേൾക്കണില്ല, അങ്ങൊന്നും പറ നബി, എന്റെ മോൻ കേൾക്കും. മധുരം വാരി തിന്നുന്നു, ആരും പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല നബി, അങ്ങ് ഉപദേശിക്ക്, എന്റെ മോൻ നന്നാവും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരാം. ഉമ്മ തന്റെ മകനെയും കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകനെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, മധുരമധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ നബിയോട് ചോദിച്ചു, ഇത് പറയാൻ എന്തിനാ നബിയെ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു? സ്വാഭാവികമായിട്ടൊരു ചോദ്യം. ഇത് പറയാനായിരുന്നെങ്കിൽ എന്തിനാ ഒരാഴ്ച എടുത്ത് അന്നേ പറഞ്ഞുകൂടായിരുന്നു? നമ്മൾ ചിരിക്കണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, മധുരമധികമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. നബി ഈത്തപ്പഴധികമായിട്ട് കഴിക്കും, മധുരം ഞാൻ അധികമായിട്ട് കഴിക്കും, ആദ്യം ഞാൻ കുറയ്ക്കണം, എന്നിട്ട് ഉപദേശിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയ ചെറുപ്പക്കാരൊക്കെ ചോദിക്കും, ഉസ്താദ്, നിങ്ങൾ ഈ വഴുതു പറയുന്ന കാര്യമൊക്കെ ചെയ്തിട്ടാണെന്ന്. എന്റെ പൊന്നാരനിയനല്ല മോനെ, ഈ പറയണ കാര്യമൊന്നും ഞാൻ ചെയ്യുന്നില്ല. നിന്റെ തെറ്റിദ്ധാരണയെ ഞാൻ വഴുതു പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല. ഞാൻ വഴുതു പറയുന്നത് വല്ലാഹി സത്യം നിങ്ങൾ ആരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാവാൻ വേണ്ടിയാ ഞാൻ വഴുതു പറയണത്. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. സത്യം പറഞ്ഞ വയലൊക്കെ നിർത്താൻ തുടങ്ങി. വയലൊക്കെ നിർത്താനുള്ള അവസ്ഥയായി. കാരണം എന്തേ? ഉസ്താദന്മാരൊക്കെ വയല് പറയുന്നത് കേട്ടപ്പം വലിയ കൊതി തോന്നിയിട്ടാ ചാടിക്കേറിയത്. വയല് പറയണമെന്നുള്ള ആഗ്രഹം കാരണം ഉസ്താദന്മാര് പ്രസംഗിക്കുന്നത് കേട്ടപ്പോ ചാടിക്കേറി വയല് പറയാൻ കയറി. ഇപ്പം അടുത്തു തുടങ്ങിയെന്നല്ല, ഇപ്പം പേടിയായി തുടങ്ങി.
കാരണം എന്തെന്നറിയോ? നരകം തന്റെ ഇണയെ തേടുന്നു എന്ന് പറഞ്ഞൊരു പുതിയ വിഷയം ഞാൻ നോക്കിയതോടുകൂടി വഅദ് പറയുന്നത് പതുക്കെ നിർത്താൻ തീരുമാനിച്ചു. കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകം അള്ളാഹു കത്തിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നരകം കത്തിക്കുന്നത് 3 വിഭാഗം ആൾക്കാരെ കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീപ്പെട്ടി വരച്ചു വെക്കുന്നത് പോലെ അള്ളാഹു നരകം കത്തിക്കാൻ ആദ്യം എടുത്തു വെക്കണ വിറക് ആരുടെ ശരീരം അറിയോ? നിങ്ങളുടെ ആരുടെ അല്ല. അപ്പൊ പിന്നെ ആരുടെ ആയിരിക്കും? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു നരകം കത്തിക്കാൻ ആദ്യം എടുത്തു വെക്കുന്ന വിറക് അതൊരു ആലിമിന്റെ ശരീരമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. വീട് വെക്കാൻ, വീട് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല ഉസ്താദ്, വീടിന് കുറ്റിയടിക്കാൻ മാത്രമല്ല, പള്ളി ഉദ്ഘാടനം ചെയ്യാനല്ല, വഅദ് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല ഉസ്താദ്, നരകം ഉദ്ഘാടനം ചെയ്യുന്നതും ഒരു ഉസ്താദിന്റെ ശരീരം വെച്ചിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു വിഭാഗത്തെ തൊട്ട് നമ്മുടെയൊക്കെ അല്ലാഹു കാക്കുമാറാകട്ടെ. കാരണം ഏതായാലും ഉസ്താദന്മാരുടെ വഅദ് കേട്ടിട്ട് അള്ളാഹുവെ മൈക്ക് കിട്ടുമ്പോ പറയണ കേട്ടാ വിചാരിക്കും, എന്താപ്പാ നരകമൊക്കെ കണ്ണിന്റെ മുന്നിൽ നിൽക്കണുള്ള വയല് കേട്ടിട്ട് മുതുകുടിയനും നന്നാവും. ചില ആൾക്കാർ പ്രസംഗം കേട്ടിട്ട് നന്നായി നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഈ നന്നായ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ പറഞ്ഞു. ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പടച്ചോൻ പോടാ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് ഈ മുതുകുടിയൻ നന്നായ സ്വർഗത്തിൽ പോകുമ്പോ ഈ വഅദ് പറഞ്ഞ ഉസ്താദുണ്ടല്ലോ, വഅദ് പറഞ്ഞ ഉസ്താദിനെ മലക്കുകൾ നരകത്തിലോട്ട് വലിച്ചോണ്ട് പോവാ. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കും, ഉസ്താദെ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാ ഞാൻ നന്നായി, ഞാൻ സ്വർഗത്തിൽ പോയി, നിങ്ങൾ നരകത്തിലാ. ആ സമയത്ത് ഉസ്താദ് പറയും, മോനെ എനിക്ക് മൈക്കിന്റെ മുന്നിൽ നിന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു, ഈ പറയണ കാര്യമൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു, ഞാൻ പറയാറേ ഉള്ളൂ, പറയുന്ന കാര്യം ഞാൻ ചെയ്യാറില്ലായിരുന്നു. അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ. ഒരേ ഒരു കാര്യം, വെക്കേഷന്റെ സമയമാണ്. അൽഹംദുലില്ലാ, നിങ്ങളുടെ നാട്ടിൽ 10-23 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതുപോലെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. വെക്കേഷന്റെ സമയം, വെക്കേഷന്റെ ക്ലാസുകൾ പഠിപ്പിക്കുക. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ തലതിരിഞ്ഞത് ഇല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ, ഇന്നത്തെ മക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വാപ്പയ്ക്ക് വാട്സപ്പ് എന്താണെന്നറിയില്ല, മക്കൾക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാകും. വാട്സപ്പ് എന്താണെന്ന് വാപ്പയ്ക്ക് അറിയില്ല. വാട്സപ്പ് നമ്മുടെ മക്കൾ ലൈക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എപ്പോഴും. അങ്ങനത്തെ നമ്മുടെ മക്കള്, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഇന്ന് കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാണ്. വയലിന്റെ സദസ്സിൽ ഞാൻ കൊച്ചുകുട്ടികളെ ഒന്നും പറയാറില്ല. കാരണം അവന്റെ വായിൽ നിന്ന് കേൾക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ലാതെ പോയി. കാരണം മക്കളെ എന്തെങ്കിലും പറയും, അവന്റെ മറുപടി കേട്ടിട്ട് നമ്മൾ വെറുതെ ശശിയായി പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. കാരണം മക്കളുടെ മറുപടി അങ്ങനെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഒരു ഉസ്താദ് മദ്രസയിൽ കുട്ടികൾക്ക് പാഠമെടുത്തുകൊണ്ടിരിക്കുന്ന ലോക അവസാനത്തിന്റെ അടയാളങ്ങൾ, പാഠത്തിന്റെ പേര് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, മക്കളെ ലോകം അവസാനിക്കുന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പെണ്ണുങ്ങൾ അധികരിക്കും, ആണുങ്ങൾ കുറയും. പെണ്ണുങ്ങൾ അധികരിക്കുക, ആണുങ്ങൾ കുറയുക, ഇത് ലോക അവസാനത്തിന്റെ അടയാളമാണ്. അപ്പൊ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് ഇതൊന്നും മനസ്സിലായില്ല. എല്ലാം ഇങ്ങനെ വായും തുറന്നിരിക്കുക, ഉസ്താദ് എന്താണാ പറയുന്നത്. അപ്പൊ ചെറുപ്പക്കാരനായ ഉസ്താദ് ഒരു വിശദീകരണം കൊടുത്തുടാ, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങളില്ലാതെ, പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാൻ പോലും ആണുങ്ങളില്ല. അത്രയ്ക്കും പെണ്ണുങ്ങൾ കൂടുതൽ, ആണുങ്ങൾ കുറവ്. അന്നത്തെ സെൻസസ് അനുസരിച്ച് ഒരാണിന് 50 പെണ്ണെന്ന രീതിയിലാണ് അന്നത്തെ സെൻസസ്. അന്നാണ് റോഡിൽ ിരിക്കുന്നത്. അന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേടി വരും. ഉസ്താദ് പറയാ, അന്ന് അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ പെണ്ണുങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടും, 50 എണ്ണം പുറകിലോടും. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ചെറിയ പയ്യൻ പുറകിലെ ബെഞ്ചിൽ ഇരുന്നിട്ട് തന്റെ കൂട്ടുകാരനോട് പറയാ, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണം. ജീവിച്ച കാരണം 50 എണ്ണം അറുമാദിക്കാന്നാ പറയണേ. 50 എണ്ണം. ഇവിടെ അവന്റെ വാപ്പ നമ്മളൊരെണ്ണത്തിനെ കൊണ്ട് പെടുന്ന പാടെന്താ നമുക്കല്ലേ അറിയൂ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാരിഹത്താക്കി തരുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, വീട്ടിൽ പോയി മക്കളോടൊന്നും ചോദിച്ചേക്കരുത്. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ മക്കളോട് ചോദിക്കരുത്. ഇതിനേക്കാളും നെഞ്ചുവന് അറ്റാക്ക് വരുന്ന മറുപടിയായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കളെ സാരിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് മുതൽ ഒരു നല്ല തീരുമാനമിട്. നല്ലൊരു തീരുമാനമിട്. അൽഹംദുലില്ലാഹ്, ഇന്ന് മുതൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും എല്ലാ ദിവസവും ഓതാമെന്ന തീരുമാനിക്കുക. അള്ളാഹു ബാക്കി നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഒരു സൂറത്തൊക്കെ വലിയ പാടാ ഉസ്താദ്, ഇത്തിരി കുറഞ്ഞത് വല്ലതും ഉണ്ടെങ്കിൽ പറയല്ലേ.
ഒരു സൂറത്ത് ഓതാന്ന് വെച്ചാൽ വലിയ പാടല്ല, ഒരായത്ത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് എല്ലാ ദിവസവും ആരോതുന്നു അവന് സ്വർഗ്ഗ നിർബന്ധമാണെന്ന് ത്വഹ റസൂലുള്ളാഹി. ഒരു സൂറത്ത് ഓതാൻ നിനക്ക് സമയമില്ലെങ്കിൽ ഒരായത്ത് ഓതിയാൽ മതി. ഒരായത്ത് എല്ലാ ദിവസവും ഓതിയാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഇതെങ്കിലും ഓതിക്കൂടെ? ഇതെങ്കിലും ഓതിക്കൂടെ? ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്ക്. ഒറ്റ ആയത്ത്, ഒരേ ഒരായത്ത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വഅദിന് വന്നിരിക്കുന്ന നിങ്ങളോട് ഒരായത്തെങ്കിലും ഓതാൻ പറയുമ്പോൾ ഇതിന് പോലും മനസ്സില്ലാത്ത ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ ഓതാനറിയാത്ത ബാപ്പമാര് പോലും ഉസ്താദേ ഖുർആൻ ഓതുമെന്ന് തീരുമാനിക്കുമ്പോ ഇതിനകത്ത് ഖുർആൻ ഓതാൻ അറിയുന്ന എത്രയോ മക്കളുണ്ട്. ഓതാ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഈ സ്വർഗത്തിനകത്ത് വന്നിരുന്നിട്ട് പോലും അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്തോതിയാ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും നന്നാവാ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നുപോലെ നിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ അഹങ്കാരത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ, എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ വലിയാകട്ടെ, എത്ര വലിയ കുത്തുബുൽ അഖ്താബാകട്ടെ, ആരെങ്കിലും നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തന്നാ അത് പറയാനുള്ള ഭാഗ്യം നിനക്കില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരായത്ത് പോലും ഓതാ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണേ, നിന്റെ അവസാനത്തെ വാക്ക് ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, നിന്റെ അവസാനത്തെ വാക്ക് ഖുർആൻ പറയുകയാ. ഇന്ന് മുതൽ ഓതി പഠിച്ചോ ചെറുപ്പക്കാരാ, ചാകുന്ന സമയത്ത് ഓതാറുള്ളതാ പൊന്നുപോലെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ ദുനിയാവിന്റെ തുരുക്കമുകളിലൂടെ നടക്കുന്ന ചെറുപ്പക്കാരാ, എവിടെ കിടന്നാണ് മരിക്കുന്നതെന്നറിയില്ല. വീട്ടിലാണോ, വാഹനത്തിലാണോ, റോഡിലാണോ, ഹോസ്പിറ്റലിലാണോ, എവിടെ കിടന്നാണ് മരിക്കുന്നതെന്നറിയില്ല. നീ എവിടെ കിടന്ന് മരിച്ചാൽ ആരെങ്കിലും നിന്റെ അടുക്കൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിനക്ക് പറഞ്ഞു തരുമ്പോ നീ തിരിച്ചു പറയുന്ന വാക്കെന്തെന്നറിയുമോ? നീ തിരിച്ചു പറയുന്ന വാക്കേതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വശഹിദൂ അലാ അൻഫുസിഹിം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്ന മക്കളോട് വാപ്പ പറയുന്നു, പൊന്നുപോലെ വാപ്പ മരിക്കാൻ പോവുകയാണ്. എങ്ങനാണ് മരിക്കുന്നതെന്നറിയുവോ? ഉമ്മ എങ്ങനാണ് മരിക്കുന്നതെന്നറിയുവോ? അന്നഹും കാരൂ കാഫിരീൻ. ഒരു കാഫിറ ചാകുന്നത് പോലെയാ നിന്റെ വാപ്പ മരിക്കുന്നതെന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് മരിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പാതിരാത്രിയിൽ ഈ വിനീതന്റെ വയത് കേട്ടിട്ട് ഇന്ന് മുതൽ ഖുർആനിലെ ഒരായത്തോതുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഇന്നിവിടെ വെച്ച് തീരുമാനമെടുത്ത് നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തേ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്തോതുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്നെ ദുനിയാവിലിട്ട് നരകിപ്പിക്കൂല. എത്രയെത്ര
എത്രയോ രോഗികളെ കാണുന്നുണ്ട്. കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. അല്ലാഹുവേ, ഭാര്യ ആഗ്രഹിക്കുന്നു, പടച്ചവര് ഈ മനുഷ്യനൊന്നും മരിക്കുന്നില്ലല്ലോ, എന്റെ ഉപ്പയൊന്നും മരിക്കുന്നില്ലല്ലോ, എന്റെ ഉമ്മയൊന്നും മരിക്കുന്നില്ലല്ലോ. എത്രയോ രോഗികളെ കാണുന്നവരാ, എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മളെ വെറുക്കുമോ വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനോദിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, എന്റെ പെങ്ങളെ, പടച്ചവൻ നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കൂല. രണ്ടാമത്തെ പ്രതിഫലം എന്ത്? മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ നല്ല ആൾക്കാർ മരിച്ചല്ലോ. എത്രയോ ജനാസ വെള്ളിയാഴ്ച രാവിലെ കൊണ്ട് കബറടക്കിയവരാണ്. എത്രയോ ആൾക്കാരെ വെള്ളിയാഴ്ച ദിവസം ജുമഅയ്ക്ക് മുമ്പ് ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കിയവരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ചെറുപ്പക്കാരാ, ഖുർആനോദിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, നിനക്ക് നല്ല മരണം കിട്ടും മോരേ. ഒരു നല്ല മരണം വേണ്ടേ? ഒരു നല്ല മരണം വേണ്ടേ വാപ്പാ? വെള്ളിയാഴ്ച ദിവസം ഷഹീദിനെ പോലെ പോകണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് വെച്ച് ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമാ. മൂന്നാമത്തെ പ്രതിഫലമെന്ത്? ഈ സ്വർഗത്തിലിരുന്ന് കൊണ്ട് ഇന്ന് മുതൽ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മരിക്കുമ്പോ വെറുതെ മരിച്ചാ പോരാ, പോകുമ്പോ വെറുതെ പോയാ പോരാ. എല്ലാവരെയും കരയിപ്പിക്കണം പൊന്നുപോര്. എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകണ്ടേ. അല്ലാഹുവിന്റെ ഖുർആനോദിയാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, എടാ, നിന്റെ ജനാസ കാണാൻ എല്ലാവരും വരും പൊന്നുപോര്. വെള്ളത്തുണിയിലെ പുതച്ചു കിടത്തിയിരിക്കുന്ന നിന്നെ കാണാ. ഇന്ന് വഅദ് പറയുന്ന സിറാജുണ്ടല്ലോ, ഇന്ന് ഈ വഅദ് പറയുന്ന സമയത്ത് ഇവിടെ എങ്ങാടം വന്ന് വീണങ്ങ് മരിച്ചു പോയാ, അല്ലാഹുവേ, നിങ്ങൾ ആരെങ്കിലും എന്നെ എന്റെ നാട്ടിലൊന്ന് എത്തിക്കുമല്ലോ. ഈ സംഘാടകരോ അല്ലെങ്കിൽ എന്റെ കൂടെ വന്ന ചെറുപ്പക്കാര് ഈ പാവപ്പെട്ടവരോട് സ്നേഹമുള്ളതിന്റെ പേരില് എന്റെ മയ്യത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കുമല്ലോ. നാളെ രാവിലെ എഴുതാ എന്റെ നാട്ടിലെ തിരുവനന്തപുരത്തിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ എന്റെ ഭാര്യ കരയുമല്ലോ, എന്റെ പൊന്നുമോന് സിനാന വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് കരയുമല്ലോ, എന്റെ ഉമ്മ കരയുമല്ലോ, എന്റെ കൂടപ്പുറപ്പ് കരയുമല്ലോ. നാട്ടുകാര് മുഴുവനും നിറകണ്ണുകളോട് എന്റെ മയ്യത്ത് കാണാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. ആ സമയത്ത് നിങ്ങൾ വെളിയിൽ നിന്ന് പറയും, ഇന്നലെയും മരണത്തെക്കുറിച്ച് പറഞ്ഞവരാ, ഇന്നലെയും മരണത്തെക്കുറിച്ച് പറഞ്ഞവരാ. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ശത്രു പോലും നീ മരിച്ചെന്ന് കേൾക്കുമ്പോ വരും പൊന്നുപോലെ. എല്ലാവരും നിറകണ്ണുകളോടെ വീടിനകത്ത് കയറി വന്നിട്ട് വെള്ള തുണിയിൽ അടിയിൽ കിടക്കുന്ന നിന്റെ മുഖത്ത് നിന്ന് ആ തുണിയങ്ങോട്ട് ഉയർത്തുമ്പോ ചിരിക്കണ്ടേ മോനെ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പോകണ്ടേ? വാപ്പ കരയുമ്പോ, ഉമ്മ കരയുമ്പോ, ഭാര്യ കരയുമ്പോ, മക്കള് കരയുമ്പോ, മരിച്ച വീട്ടിലേറ്റവും കൂടുതൽ കരയുന്ന സമയമേതെന്നറിയുമോ? മയ്യത്ത് കെട്ടില് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിലെ ഖതീബ് ദുആ ചെയ്ത് കഴിയുമ്പോ ജനാസ വീടിന്റെ വെളിയിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവേ എന്തൊരു കരച്ചരാ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്ന്. എന്റെ ജനാസ എന്റെ വീടിന്റെ വെളിയിലിറക്കുമ്പോ എന്റെ ഉമ്മ കരണ്ടുകൊണ്ട് ചോദിക്കുന്നു, സിറാജേ എനിക്ക് മുമ്പേ പോവുകയാണോ? എനിക്ക് മുമ്പേ പോവുകയാണോ? എന്നാണടാ നിന്നെ എനിക്കൊന്ന് കാണാൻ കഴിയുന്നത്? എന്റെ ഉമ്മ കരയുമ്പോ, എന്റെ ഭാര്യ കരയുമ്പോ, എന്റെ കൂടപ്പുറപ്പുകളെ കരയുമ്പോ ചിരിക്കുന്ന മുഖത്തോട് പോകണ്ടേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങ് പൊന്നുപോരെ, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങ് പൊന്നുപോരെ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആനോതുമെന്ന് തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
മയ്യത്ത് കട്ടില് വീടിന്റെ മുന്നിൽ വന്നു. ജനാസ പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലെടുത്ത് വെച്ചിട്ട് പച്ച തുണിയെടുത്തതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അല്ലാഹുവേ 6 പേര് നിരന്ന് നിൽക്കുമല്ലോ, 6 പേര് നിരന്ന് നിൽക്കുമല്ലോ. എന്നിട്ട് മയ്യത്ത് കട്ടില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തോളിലെടുത്ത് വെക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം നിന്റെ ജനാസ ചുമക്കുന്നതാരാ? നിന്റെ വാപ്പയല്ല, നിന്റെ മക്കളല്ല, നിന്റെ കൂടപ്പിറപ്പല്ല, നിന്റെ നാട്ടുകാരല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ ജനാസ ചുമക്കുന്നത് മലക്കുകളാണ്. മലക്കിനെ കൊണ്ട് ജനാസ ചുമപ്പിക്കണ്ടേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം നിന്റെ ജനാസ മലക്ക് ചുമക്കുമ്പോ 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇവിടെ കബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ നാട്ടിലെ കബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ സദസ്സിൽ നിന്റെ അടുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോ ചോദിക്കണം, ഉപ്പാ ആർക്കെങ്കിലും വേണ്ടി കബർ കുടിച്ചപ്പോ, ആർക്കെങ്കിലും വേണ്ടി കബർ കുടിച്ചപ്പോ വല്ല വാസനയും ഉണ്ടായിരുന്നു? അല്ലാഹുവേ, കബർ കുടിക്കുന്ന സമയത്ത് കബറിലെ മണ്ണിന് പോലും സ്വർഗത്തിന്റെ വാസനയാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളിയുടെ പുറകിൽ നിനക്ക് വേണ്ടി 6 അടി മണ്ണിന്റെ കബർ കുടിക്കുമ്പോ കബറിലെ മണ്ണിന് സുഗന്ധവാ. എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. അറിയുവോ ചെറുപ്പക്കാരാ, അറിയുവോ ചെറുപ്പക്കാരാ, നിനക്ക് നിബിൻ പോളിയല്ലേ അറിയൂ, നിനക്ക് ചാർലിയിലെ മകനെയല്ലേ അറിയൂ. ഓരോ സിനിമാ താരങ്ങൾ ഇറങ്ങുമ്പോ പടച്ചവരെ അവന്റെ കോലത്തിൽ നടക്കുന്ന നിനക്കെങ്ങനെ അറിയാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ജനിച്ചപ്പോഴേ നീ മുസ്ലിമാണല്ലോ. ആ ചെറുപ്പക്കാരൻ മുസ്ലിമായത് 30ാമത്തെ വയസ്സിലാ, വഫാത്തായത് 34ാമത്തെ വയസ്സിലാ. 4 വർഷം ഈ ദുനിയാവിന്റെ തുരിക്കുമൂടിൽ മുസ്ലിമായി ജീവിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി പൊന്നുപോലെ ഈ പ്രപഞ്ചം മുഴുവനും കരഞ്ഞ ദിവസമാണ്. നീ മരിക്കുമ്പോ ആര് കരയുവടാ? നീ മരിക്കുമ്പോ ആര് കരയുവടാ? പൊന്നുപോലെ ചിന്തിക്ക ചെറുപ്പക്കാരാ, നീ മരിക്കുമ്പോ മമ്മൂട്ടിയുടെ പൊന്നുപോൽ നീ മരിച്ചെന്ന് പറഞ്ഞ് കരയുവോ? ഒരിലയെങ്കിലും നിനക്ക് വേണ്ടി കരയുവോ? ഒരു ചെടിയെങ്കിലും നിനക്ക് വേണ്ടി കരയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവനും കരയുകയാണ്. ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഈ ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തള്ളവിരൽ കുത്തികെട്ട് നടന്നു പോവുകയാണ്. ജനാസ ചുമക്കുന്ന ജനാസ ചുമക്കുന്ന സഹാബത്ത് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ലെന്ന് പറയുമ്പോ പ്രവാചകൻ പറയുന്നു, സഹാബാ, മയ്യത്ത് കെട്ടിലെ തോളില് ചുമ്മാതെ വെച്ചിരിക്കുകയാ, ചുമക്കുന്നത് മലക്കുകളാ സഹാബോ. ആ സഹാബിയുടെ ജനാസ ചുമന്നത് മലക്കുകളാണ്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, കബർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, കബർ താഴും തോറും സുഗന്ധം കൂടുകയാണ്. അവസാനം കബർ കുഴിക്കുന്ന മനുഷ്യർ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മണ്ണ്
കസ്തൂരിയായിരിക്കുകയാ, ആ മണ്ണ് കസ്തൂരിയായിരിക്കുകയാ. പാതിരാത്രിയിൽ കബർ കുടിച്ച മനസ്സിനുണ്ടല്ലോ, സഅദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരനെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, സഅദേ എങ്ങനെ കിട്ടി സഅദേ, എങ്ങനെ കിട്ടി സഅദേ, ഈ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുകയോ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെ, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നിനക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പോലും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് സീരിയൽ നടിമാരെ മാത്രമേ അറിയൂ, അവർക്ക് സീരിയലിന്റെ നായികമാരെ മാത്രമേ അറിയൂ. പരസ്പരത്തിലെ ദീതിയെ ഹൃദയത്തിനകത്ത് പൂജിക്കുന്ന ഉമ്മ, മുടിയെല്ലാം നരച്ചല്ലോ, നരച്ചല്ലോ, പള്ളിക്കാട്ടിലേക്ക് പോകേണ്ട പ്രായമായി, എന്നിട്ട് പോലും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന പെങ്ങളെ, നിനക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരട്ടെ, നിനക്കൊരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവേ, ഈ പാതിരാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ തീരുമാനിച്ചവരെ എങ്ങനെ മരിക്കണമെന്നറിയുമോ, എങ്ങനെ മരിക്കണമെന്നറിയുമോ. അല്ലാഹുവേ, മഹാനായ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അറിയുമോ പെങ്ങളെ, നഫീസത്തുമാരെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചെന്നിട്ടെടുത്ത് വായിക്കണേ പെങ്ങളെ, ഒന്ന് വായിച്ചു നോക്കണം. നഫീസത്തുമാരെ വീട്ടിലുള്ളവരൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. ആരാ നഫീസ, ആരാ നിന്നെ പോലെ കഴിവുള്ള, നിന്നെ പോലെ വികാര വിചാരമുള്ള, നിന്നെക്കാല സൗന്ദര്യമുള്ള പച്ചയിറച്ചിയുള്ള പെണ്ണായിരുന്നില്ലേ നഫീസ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അതാ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വഅദ് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങോട്ട് ഓതുന്നത് കേൾക്കുമ്പോ, നഫീസ റളിയല്ലാഹു തആല ഖബറിനെ കുറിച്ചുള്ള ആയത്ത് കേൾക്കുമ്പോ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുമ്പോ, നഫീസ റളിയല്ലാഹു തആല ബോധം കെട്ട് വീഴുകയാണ്, ബോധം കെട്ട് വീഴുകയാ. തനിക്ക് ബോധം തിരിച്ചു വന്നപ്പോ നഫീസ റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ തന്റെ കൂരയ്ക്കകത്തേക്ക് ഓടിച്ചെന്നിട്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് മണ്ണ് പിടിക്കുന്ന ഒരു ആയുധമെടുത്തുകൊണ്ട് അല്ലാഹുവേ, വീടിനകത്ത് കടന്നു വന്നിട്ടൊരു കുഴിയെടുക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നഫീസ റളിയല്ലാഹു തആല ആരുമറിയാതെ വീടിനകത്ത് ഖബർ കുഴിക്കുകയോ. നിനക്ക് ധൈര്യമുണ്ടോ, നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ വീടിനകത്തൊരു ഖബർ കുഴിക്കാൻ? നഫീസ റളിയല്ലാഹു തആല ആരുമറിയാതെ പാതിരാത്രിയിലെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്. ഖബർ കുഴിക്കുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞൊഴുകുകയോ. പടച്ചവരെ, കരഞ്ഞുകൊണ്ടാ ഖബർ കുഴിക്കുന്നത്. കാരണം ഖബറാണല്ലോ. എല്ലാരും കരഞ്ഞത് ഖബർ കണ്ടല്ലേ, എല്ലാരും കരഞ്ഞത് ഖബർ കണ്ടല്ലേ. മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാന.
ഖബറെന്ന് കേൾക്കുമ്പോഴേ പേടിക്കടേ, ഖബർ കണ്ടാ കരയടേ, ഖബർ കണ്ടാ കരയടേ. നഫീസ് റളിയല്ലാഹു തആല പടച്ചവരെ വീടിനകത്ത് പാതിരാത്രിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പാട്, എല്ലാ ദിവസവും നോമ്പുകാരിയാണ്. ആരുമറിയാതെ വീടിനകത്ത് ഖബർ കുഴിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പടച്ചവരോട് പറയുന്നു, അല്ലാ എന്നെ പാമ്പ് തിന്നുവല്ലോ, എന്നെ പുഴുക്കൾ തിന്നുവല്ലോ, എന്നെ കണ്ണു പൊട്ടുവല്ലോ, എന്നെ തേളുകളെ കടിക്കുമല്ലോ. കരഞ്ഞുകൊണ്ട് നഫീസ് റളിയല്ലാഹു തആല ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാടു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേസർ വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ലോ തെള്ളലാടത് കൊണ്ട് കരന്നുകൊണ്ട് ഖബർ കുടിക്കുകയാ. അവസാനം ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി കഴിയുമ്പോ, ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി കഴിയുമ്പോ ഇറങ്ങി ഓടുകയാ. ഓടിച്ചെന്നിട്ട് പൊതുവെടുക്കുകയാണ്, ഓടിച്ചെന്നിട്ട് പൊതുവെടുക്കുകയാണ്. എന്നിട്ടതോ ഖബറിനടുക്കിലേക്ക് ഓടി വന്നിട്ട് മുസല്ല എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാ. എന്റെ പെങ്ങളെ, മഗ്രിബ് നിശായും കളന്നിട്ട് ടിവിയുടെ പെണ്ണിലിരുന്ന് സിനിമ കാണുന്ന പെണ്ണ് നഫീസ് റളിയല്ലാഹു തആല ഖബറിനകത്തിറങ്ങിയിരുന്നിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. 10,000 റക്അത്താ മോളെ. സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിനകത്തിറങ്ങിയിരുന്ന് 10,000 റക്അത്ത് നിസ്കരിക്കുകയാ. തീരുന്നില്ല പെങ്ങളെ, തീരുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതെടുത്തുകൊണ്ട് വിളക്കുമെടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാണ്. എന്നിട്ട് അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തുടങ്ങുകയാ. ആദ്യം മുതൽ അവസാനം വരെ 114 സൂറത്തുകള്, 6666 ആയത്ത് അല്ലാഹുവേ ഖബറിനകത്തിരുന്ന് കൊണ്ടോതുകയാ. എത്ര ഖത്തബാ ഓതിയതെന്നറിയുമോ? 1 അല്ല 100 അല്ല 1000 അല്ല 6000 പ്രാവശ്യമുണ്ടല്ലോ. ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതി തീർത്തു പെണ്ണ്. ഈ പാതിരാത്രി കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എത്ര വയസ്സായി പെണ്ണുപോലെ, എത്ര വയസ്സായി പെണ്ണ്, ഒരു സത്യമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓതിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യം ഓതിയിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, നീ ഏതടാ, നീ ഏത് മുസ്ലിമടാ? നീ അല്ലാഹു ആദരിച്ച് അടിമയാകാതെ കൊണ്ട് കഴിയുമോ? ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതി നിസ്കരിക്കുകയാണ്. അവസാനം രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടക്കുമ്പോ തന്റെ കുടുംബക്കാരെ കടന്നു വന്നിട്ട് ചോദിച്ചു, നഫീസ ശരീരമല്ല കറുത്തല്ലോ, എത്ര വലിയ സുന്ദരിയായിരുന്ന നഫീസ. പൃഥ്വിരാജ് കടന്നു വന്നപ്പോ ഫർദയും ധരിച്ചിട്ട് ഫോട്ടോ എടുത്ത പെണ്ണ് നഫീസ റളിയല്ലാഹു തആല മിസ്രിക്കാരിയായ നഫീസയുടെ സൗന്ദര്യം അറിയോ പെണ്ണ്? അവിടുന്ന് ചോദിക്കുകയാ, ശരീരമെല്ലാം കറുത്തല്ലോ, കണ്ണു കുടിഞ്ഞല്ലോ, എല്ലുകൾ വെളിയിൽ കാണുന്നല്ലോ, ഇല്ലാത്ത രോഗമില്ലല്ലോ, എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? നിനക്കൊന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? ഒരല്പസമയമെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ? നഫീസ റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കുടുംബക്കാര് പറയുമ്പോ നഫീസ റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് തന്റെ കുടുംബക്കാരോട് പറയുകയാ, 30 കൊല്ലമായി ഞാൻ പടച്ചവരോട്
ചോദിക്കുന്നത് രണ്ട് കാര്യമാ. ഈ പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിന്നെ പോലെ ഒരു പെണ്ണ് 30 കൊല്ലം അല്ലാഹുവിനോട് സ്വന്തം കൈകൊണ്ട് കബറ കുടിച്ചിട്ട് അതിനകത്തിരുന്ന് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചത് രണ്ട് കാര്യമാ. ഒന്നാമത്തെ കാര്യമെന്ത് അല്ലാഹുവേ, മരിക്കുന്ന ദിവസം എന്നെ ഒരു നോമ്പുകാരിയാക്കണയല്ലോ. ഒരു ചെറുപ്പക്കാരിയുടെ 30 കൊല്ലത്തെ ആഗ്രഹമാണ്. ഒരു ചെറുപ്പക്കാരിയുടെ 30 കൊല്ലത്തെ ആഗ്രഹമാ, അല്ലാഹുവേ മരിക്കുന്ന ദിവസം നോമ്പുകാരിയാകണം. രണ്ടാമത്തെ ആഗ്രഹമല്ല, നിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ എന്നെ മരിപ്പിക്കണമല്ലോ. കുടുംബക്കാര് മുഴുവനും പിരിയുകയാണ്. അവസാന മരണസമയമെടുത്തപ്പോ വീടിന്റെ വെളിയിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, എന്നിട്ട് കഫം തുണിയുമെടുത്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ ചാരത്ത് വന്നിട്ട് അസ്റായിലിനെ കാത്തു കിടക്കുകയാണ്. അതാ വരുന്ന അസ്റായീൽ ചിരിക്കുന്ന മുഖത്തോട് വീടിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന റഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്ന റഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്ന റഫീസ. അസ്റായിൽ റൂഹ് പിടിക്കാൻ വരുന്ന ദിവസം നഫീസ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സുന്നത്ത് നോമ്പാ. നഫീസ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സുന്നത്ത് നോമ്പാ. ഒരാഗ്രഹം നടന്നു. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല. നഫീസ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറയുകയാണ്. ആ സമയത്ത് അസ്റായിൽ ചോദിക്കുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അസ്റായിൽ ചോദിക്കുന്ന റഫീസ, എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? നോക്കുമോളെ നഫീസ, ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ സഫായി തിരക്ക് കൂട്ടിയിട്ട് കാത്തു നിൽക്കുന്നത് നിനക്ക് വേണ്ടിയാ പൊന്നുമോളെ. നിന്റെ റൂഹിനെ കൊണ്ടുപോകാനാ, നിന്റെ റൂഹിനെ സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ലേ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. റൂഹിങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാ. ഒരാഗ്രഹം നടന്നു. 30 കൊല്ലത്തെ ഒരു മോഹം നടന്നു. രണ്ടാമത്തെ ആഗ്രഹം എന്തായിരുന്നു? അല്ലാഹ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. നഫീസ റളിയല്ലാഹു തആല ഖുർആൻ എടുക്കുകയാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണ്, നിനക്ക് മോദന്റെ പൊന്നുമോളെ, നീയും പോകേണ്ടവളാണല്ലോ. അല്ലാഹുവേ പടച്ചവരെ, ഉംറയ്ക്ക് പോയപ്പോ രാമനാട്ടുകരയിലുള്ള ഒരു പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മയാ. അല്ലാഹുവേ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ഉമ്മ പള്ളിയുടെ സൈഡിലിരുന്ന് കരയുകയാണ്. ഞാൻ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്തേ ഉമ്മ കരയുന്നത്? പൊന്നുമോനെ, ഇമാമത്ത് നിന്ന ഉസ്താദ് ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷമാ. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി മോനെ. എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനൊന്ന് കാണാ. എനിക്ക് കാഴ്ചയില്ലാതെ പോയല്ലോ. ആ ഖുർആനിന്റെ ഒരു വരിയെങ്കിലും
ഖുർആനൊന്ന് നോക്കി ഓതണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. എനിക്ക് കാഴ്ചയില്ലാതെ പോയല്ലോ എന്നോർത്തിട്ട് കഅബയുടെ മുന്നിലിരുന്നൊരു പാവപ്പെട്ട ഉമ്മ കരയുമ്പോ അല്ലാഹ് നമുക്ക് കാഴ്ച തന്നിട്ടുണ്ടല്ലോ, അല്ലാഹ് നമുക്ക് കാഴ്ച തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഓതാറുണ്ടോ? ഒന്ന് തുറന്നു നോക്കാറുണ്ടോ? നബി റളിയല്ലാഹു തആല മരിക്കുന്ന സമയത്തോതിയ ആയത്തേതെന്നറിയുവോ? മരിക്കുന്ന സമയത്തോതിയ ആയത്തേതെന്നറിയുവോ? അല്ലാഹുവിന്റെ അതാ നബി റളിയല്ലാഹു തആല ഓതിയ ആയത്തേതാ? ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ആയത്തോതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നിലവിലേക്ക് പച്ച പറവക പോലെ പറന്നു പോകുന്നത് നബീസത്യമാരെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരായത്ത് പറഞ്ഞിട്ട് പിരിയാ, ഒരേ ഒരായത്ത് പറഞ്ഞിട്ട് പിരിയാ. ഓതാ മനസ്സുണ്ടോ? ഓതാ മനസ്സുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരെങ്കിലും ഈ ആയത്ത് എല്ലാ ദിവസവും ഓതിയാ അവന് സ്വർഗം നിർബന്ധമാണെന്ന് അതാഹ റസൂലുള്ളാഹി. അല്ലാഹുവേ, രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തൊരു ഉമ്മ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്ന് കരഞ്ഞോണ്ട് പറയും, എനിക്ക് ഖുർആൻ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല, എനിക്ക് ഖുർആൻ ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. നമുക്ക് അല്ലാഹു കണ്ണു തന്നിട്ടുണ്ട്. എന്തവസ്ഥ! അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവെ, പടച്ചവനെ സ്വർഗത്തിന്റെ ആയത്തോതി മലക്കുകളെ സ്വാഗതം അരുളി പടച്ചവനെ വെള്ളിയാഴ്ച രാവിൽ ഒരു ശുഹദായിനെ പോലെ കടക്കാരനല്ലാത്ത രീതിയിൽ യാത്രയാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, സ്വർഗത്തിന്റെ ആയത്തോതി, സ്വർഗത്തിന്റെ ആയത്തോതി അല്ലാഹുവെ ചിരിക്കുന്ന മുഖത്തോട് അസ്റായിലിനെ കണ്ട് യാത്രയാകാൻ ഈ പാപികളായി ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, പിരിവോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ബക്കറ്റുകൾ അച്ഛൻ മാത്രമേ, ആകെ ഉള്ളത് ബക്കറ്റുകൾ അച്ഛൻ. പെണ്ണുങ്ങൾക്ക് ബക്കറ്റും ആണുങ്ങൾക്ക് മുസാഫഹത്തും. മുസാഫഹത്തൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാരാണ്, നമ്മൾ പാവപ്പെട്ടവരാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. പോക്കറ്റിൽ കൈയിട്ട് ഒരു നല്ല സദക്ക എടുക്കുക. എന്റെ കയ്യിൽ തരാൻ ഉദ്ദേശിച്ചു തന്നെ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ കൈ കൊണ്ട് അങ്ങോട്ട് എടുക്കാം. എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ട് എന്നിട്ട് ഒരു നല്ല സദക്ക അൽഹംദുലില്ലാഹ് ഈ ബക്കറ്റിലേക്ക് ഇടുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു നല്ല മരണം കിട്ടുന്നതിന് വേണ്ടി വേറൊന്നുമില്ല. ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ നല്ല രീതിയിൽ പോകാൻ വേണ്ടി അത് ഇന്നത്തെ രാത്രിയാണോ ഇല്ലയോ എന്നറിയാൻ കഴിയില്ല. ഇന്ന് മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്റ് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അതിനു മുമ്പ് ഒരു നല്ല സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പാടുത്തു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വേറെ ആരും ഇല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ആരെല്ലാം സദഖ കൊടുക്കുന്ന അവർക്ക് ഒരു നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. എല്ലാരും പോക്കറ്റ് കൈയിട്ടോ, എന്റെ കയ്യിലൊന്നും പിടിക്കണ്ട ഇട്ടോ. ഇൻഷാ അല്ലാഹ് എടുപ്പ നമ്മള് പാവോസ്താദ് ഏതെങ്കിലും ബക്കറ്റ് ഒരു പയ്യൻ ആരെങ്കിലും രണ്ടുപേരും എല്ലാവരും പോക്കറ്റ് കൈ ഇടന്നേ. നാളെ പള്ളിക്കുടി പോകുന്ന നീ കെട്ടിവാരി വെച്ചിട്ട് ഒന്നും കൊണ്ടുപോകത്തില്ല. 3 കഷ്ണം വെള്ളത്തുണ്ട്. പാപ്പാ നിന്റെ പോക്കറ്റിൽ കിടക്കുന്നത് ഇന്ന് വേണമെങ്കിൽ കൊടുത്തോ, നാളെ കൊടുക്കാൻ. നാളെ നീ ഇവിടെ ഇല്ല, ഈ സമയത്ത് പള്ളിക്കാട്ടില്ല. അവിടെ കിടന്നിട്ട് ഇന്ന് കൊടുക്കാത്തതിന്റെ പേര് കരയേണ്ടി വരും. അതുകൊണ്ട് അവസാന ദിവസവ ജീവിതത്തിന്റെ അവസാനം ഒരു നല്ലത് ചെയ്യും. എല്ലാവരും ഒരാളെയും വിടണ്ട. എല്ലാ കടക്കാർ അവിടെയൊക്കെ കച്ചവടം ചെയ്യുന്നവരെടുത്ത് വരെ പോകണം. പെട്ടെന്ന് സഹോദരിമാരൊക്കെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു സദഖ എല്ലാം പൊക്കോ ഇൻഷാ അല്ലാഹ്. ഇന്ന് മുസാഫത്തൊന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ഉസ്താദന്മാര് ഹത്തീമിന്റെ കയ്യിലൊക്കെ പിടിച്ചോ നമ്മളെ കത്തപ്പാടികൾ ഇൻഷാ അല്ലാഹ്. അതിനുള്ള അർഹതയൊന്നുമില്ല. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സദഖ ഇൻഷാ അല്ലാഹ്. ആരും എഴുന്നേറ്റ് പോകരുത്. പൈസ ചോദിച്ചപ്പോ ഓടിക്കളയും ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൈയിട്ടു. എല്ലാവരും പോക്കറ്റ് കൈയിട്ടതിൽ ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കും. ഒരു ബക്കറ്റേ ഉള്ളൂ. പള്ളിയിൽ ബക്കറ്റൊന്നും ഇല്ലേ? ആകാതെ ഉള്ളൂ. പ്രശ്നം എല്ലാം പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയം 11:45 12 മണിയൊക്കെ ആയപ്പോ
പെട്ടെന്ന് നിർത്താൻ ഇൻഷാ അല്ലാഹ് ഒരായത്ത് പറഞ്ഞു നിർത്താം. മഹാനായ അബൂ ഉമാമത്ത് അൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരായത്ത് പറഞ്ഞു ദുആ ചെയ്ത് പിരിയാ. ഇതാപ്പ എല്ലാവരും ഇറങ്ങിപ്പോണത് ബക്കറ്റിന്റെ സമയമാകുമ്പോഴെല്ലാം പോട്ടെ, പോന്നെയൊക്കെ പോട്ടെ, നല്ലത് മാത്രം ഇവിടെ ഇരുന്നാൽ മതി. ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർ മാത്രമേ ഇരിക്കാവൂ. അത് നിങ്ങളൊക്കെ പോയാലും മൈക്ക് സെറ്റാരം മാത്രമേ മതി. എനിക്കതാ അവസാനം നല്ലവർ മാത്രമേ ആക്കിബത്ത് നന്നാകുന്നത്. മരണസമയം നന്നാകണമെന്ന് പറയുന്നത് ആ സമയത്ത് എല്ലാവർക്കും നന്നാവൂല, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് നന്നാവും. അതുപോലെ വയലിന്റെ അവസാന ദുആഇന്റെ സമയമാകുമ്പോൾ അവിടെ ആ സദസ്സിൽ ആമീൻ പറയാനിരിക്കേണ്ടത് നല്ലവരെ, ആവശ്യമില്ലാത്തൊക്കെ പോണം, പോന്നെയൊക്കെ പോട്ടെ. അല്ലാഹു നല്ലവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹു സ്നേഹിച്ച അടിമയുടെ, അല്ലാഹു ആദരിച്ച അടിമയുടെ മൂന്നാമത്തെ അടയാളം എന്ത്? ആ അടിമ ഖുർആനിനെ സ്നേഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതും കൂടെ പറഞ്ഞു നിർത്താം. മഹാനായ ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ഓരോ ആൾക്കാർ വാതുറക്കുന്ന കാണുമ്പോ എനിക്ക് എന്നെ പേടിയാണ്. എന്ത് തുറപ്പുമ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്തിറങ്ങി പോണേ ആയിരിക്കില്ലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരായത്ത് ഓതിയ ആ മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 12 മണിയായി. എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? എന്ത് വേണം? ഉസ്താദ് പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. പടച്ചവനെ പിരിവം കാണുണ്ടായിരുന്നെങ്കിൽ രാജാവായ ഒരു പിരിവും കൂടെ പിരിച്ചാലേ. എനിക്കിപ്പോ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് പിരിച്ച് ഇപ്പൊ പിരിവില്ലാത്ത സദസ്സ് വല്ലാത്ത ഒന്ന് പിരിച്ചാലോ? ഇൻഷാ അല്ലാഹ് ഞാൻ പൈസ ഒതുക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ എന്തായാലും എന്ന് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സദഖ ഒതുക്കും. ആ സമയത്ത് എല്ലാവരും സദഖ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 30 ദിവസം ഉണ്ടല്ലോ, അത് ആദ്യത്തെ പിരിവ്. ഇത്ര പെട്ടെന്ന് നീ ബക്കറ്റും കൊണ്ട് പോകാനുള്ള മടി കൊണ്ടാണോ പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവന്ന് കൊടുത്തത്? എന്റെ പൊന്നാര അടച്ചാന് ബക്കറ്റും കൊണ്ടൊന്ന് പോയാൽ അത് നിറച്ചിട്ടേ വരാവൂ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ എന്തെങ്കിലും ഒന്നും കൂടെ കൊടുത്തു വിടുപ്പാ. ആ റോഡിലൊക്കെ വെളിയിൽ നിൽക്കണവരുടെ നീ അങ്ങ് പോയിട്ട് വിടാ. പ്രതിഫലോടാ നീ സ്വർഗത്തിൽ പോണ്ടേടാ. തലയിലെ മുടിയൊക്കെ ഗ്ലാമറായിട്ട് പെട്ടെന്ന് ബക്കറ്റും കൊണ്ട് നീ പോ. നീ സ്വർഗത്തിൽ പോകുന്നത് ഈ ബക്കറ്റും കൊണ്ടാ. പോയിട്ട് വാ ഇൻഷാ അല്ലാഹ്. അവസാനം വന്നാ മതി. ബുക്കോ വീട്ടിൽ പോകരുത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആ ചെറുപ്പക്കാരൻ ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്ന ആയത്ത് അവസാനം പറഞ്ഞാൽ പോരെ? ആയത്ത് അവസാനം പറഞ്ഞാൽ പോരെ? വേണ്ട, ഇപ്പം തന്നെ വേണം. വേണ്ട, അവൻ ഇപ്പം തന്നെ വേണമെന്ന് കൊള്ളാട്ടെ. നേരെ നിൽക്കാറായില്ല, അവൻ ഇപ്പോഴേ ആയത്ത് വേണമെന്ന് പഠിച്ചനെ. അല്ലാഹു അവനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ അബൂ ഉമാമത്ത് അൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുണ്ടല്ലോ, ഒന്നാമത്തെ സൂറത്തുണ്ടല്ലോ, ആ ഒന്നാമത്തെ സൂറത്തിൽ ഒരു ആയത്തുണ്ട്. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ആര് എല്ലാ ദിവസവും ഓതുന്നോ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഈ ആയത്ത് ആരെല്ലാ ദിവസവും ഓതുന്നു അവന് സ്വർഗ്ഗ നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഓതിക്കൂടെ? ഓതിക്കൂടെ? ചെറുപ്പക്കാരൊക്കെ ചിരിക്കുന്ന ഈ ഉസ്താദ് കൊള്ളാം, അപ്പൊ നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ ആയത്തോതിയ സ്വർഗം കിട്ടൂല അല്ലേ? ഈ കൊള്ളാം, ഒരായത്തോതിയ സ്വർഗം കിട്ടുമല്ലോ. പക്ഷെ അത് എപ്പോഴാ ഓതണ്ടെന്നറിയോ? നിസ്കരിച്ചതിന് ശേഷമാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആദരിച്ച അടിമയുടെ 4ാമത്തെ അടയാളം ഒരെണ്ണം കൂടെ പറഞ്ഞു പിരിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു സ്നേഹിച്ച അടിമയുടെ 4ാമത്തെ അടയാളം എന്തെന്നറിയുവോ? ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയുവോ? ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നല്ല, ഒരു നല്ല മരണം കിട്ടണമെന്നല്ല. അള്ളാഹു സ്നേഹിച്ച അടിമയുടെ 4ാമത്തെ അടയാളം, ആ അടിമയ്ക്ക് അള്ളാഹുവിന്റെ ലിഖാ കാണാൻ വല്ലാത്ത ആഗ്രഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവോട് പറയുമല്ലോ, നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ഭാഗ്യം തരണേ അല്ലോ. പടച്ചവന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയുമോ? അത് അല്ലാഹനെ കാണലാണെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചവനെ സ്വർഗത്തിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ദഖല അഹ്ലൽ ജന്ന, സ്വർഗവാസികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ, എല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ എല്ലാവർക്കും 33 വയസ്സാ. ആണിനും പെണ്ണിനും 33 വയസ്സാ. അവിടെ പ്രായമുള്ളവരില്ല, കിളവികളില്ല, എല്ലാവർക്കും 33 വയസ്സാ. എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. സ്വർഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും, അതുരീദൂന സയ്യാ, നിനക്ക് എന്തെങ്കിലും വേണോ? നിനക്ക് വല്ലതും ആഗ്രഹമുണ്ടോ? ആ സമയത്ത് ജനങ്ങൾ അല്ലാഹുവിനോട് പറയുമല്ലോ, പടച്ചവരെ, നിന്നെ ഇന്ന് വരെ ഞങ്ങളെ കണ്ടിട്ടില്ല റബ്ബേ, നിന്നെ കാണാതെ 5 നേരം നിന്റെ മുന്നിൽ വന്ന് തലകുനിച്ചവനാണ്, അതുകൊണ്ട് നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹമാ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫയർഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്ത് മാറ്റുകയാണ്. അല്ലാഹു തന്റെ മറയെടുത്ത് മാറ്റുകയാണ്. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ, എല്ലാവരും അല്ലാഹുവിനെ കാണുകയാ, എല്ലാവരും അല്ലാഹുവിനെ കാണുകയാ. ഉജൂഹി യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ, എല്ലാവരും അല്ലാഹുവിനെ കണ്ടുകൊണ്ട് ചിരിക്കുകയാണ്. ആ സമയത്ത് റബ്ബ് നമ്മളോട് പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. നാളെ പടച്ചവൻ സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോൾ അല്ലാഹനെ കണ്ടു മടക്കാൻ അഭിലാഷമുണ്ടോ? ആഗ്രഹമുണ്ടോ? എന്റെ പൊന്നുമോനെ, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ? വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ഇന്നമാ نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولكاه نظرة وسرورا. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, യതീമീങ്ങളെ സഹായിച്ച, മിസ്കീനുകളെ സഹായിച്ച, രോഗികൾക്ക് കൊടുത്ത, പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്ത, പാവങ്ങളെ സഹായിച്ച നിനക്ക് കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം
ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകത്ത് നിനക്ക് പേടിക്കേണ്ട അവസ്ഥയില്ല. അവിടെ കിടന്ന് കരയേണ്ടി വരൂല, അവിടെ കിടന്ന് ദുഃഖിക്കേണ്ടി വരൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ അനാഥകളായ മക്കളുണ്ടല്ലോ, അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഇവരുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്. കൊടുക്കാ മനസ്സുണ്ടോ? യതീമീങ്ങൾക്ക് വേണ്ടിയല്ലേ, പാപങ്ങൾക്ക് വേണ്ടിയല്ലേ കൊടുക്കാ മനസ്സുണ്ടോ? നമുക്കും മക്കളുണ്ടല്ലോ, നമ്മുടെ മക്കളുമൊത്ത് വീടിനകത്ത് സന്തോഷത്തോടെ കഴിയുമ്പോ പടച്ചവരെ ആരാരുമില്ലാത്ത നല്ല ഒരാഹാരം കഴിക്കാറില്ലാതെ വസ്ത്രം ധരിക്കാറില്ലാതെ അല്ലാഹുവേ എത്രയോ മക്കളുണ്ട്. അവർക്ക് വേണ്ടിയല്ലേ, അവർക്ക് വേണ്ടിയല്ലേ കൊടുക്കാ മനസ്സുണ്ടോ? രണ്ടാമത്തെ പ്രതിഫലമെന്തേ? ഒലക്കാ സുറൂറോ, അല്ലാഹുവേ കാണണ്ടേ വാപ്പാ, അല്ലാഹുവേ കാണണ്ടേ വാപ്പാ. നിന്റെ കണ്ണുകൊണ്ട് പടച്ചവര് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ പടച്ചവന്റെ ലിഖാഹ് കാണാ. നിന്നെ കൊണ്ട് കഴിയണമെങ്കിൽ അല്ലാഹു നിനക്ക് തന്ന സമ്പത്തുണ്ടല്ലോ, അത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? മുഴുവനും കൊടുക്കണ്ട, ഒരുപാട് കൊടുക്കണ്ട. നിന്നിൽ നിന്ന് ഒരംശമെങ്കിലും, നിന്റെ ഒരു ദിവസത്തെ ശമ്പളമെങ്കിലും അല്ലാഹുവേ പാവപ്പെട്ട യതീമായ മക്കൾക്ക് കൊടുത്തുകൂടെ? അവർക്കൊരു കെട്ടിടം വെക്കാൻ കൊടുത്തുകൂടെ? അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിന് കൊടുത്തുകൂടെ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ശരീരം മുഴുവനും സ്വർണ്ണമിട്ടുകൊണ്ട് പ്രായമായ ഉമ്മയുടെ ശരീരം 3-4 മാലകളത് കമ്മലുകളാണ്. പടച്ചവരെ എവിടെ കൊണ്ടുപോകാനാ, എവിടെ കൊണ്ടുപോകാനാ? മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീവി തലകുനിച്ച് വെച്ച് കരയുകയാണ്, യാ റസൂലല്ലാഹ്, കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ഈ വീടിനകത്തിൽ നബിയേ, കുടിക്കാറുള്ള പച്ചവെള്ളം പോലും ഈ വീടിനകത്തിൽ നബിയേ. ആരുടെ വീടിന്റെ അവസ്ഥയെന്നറിയുമോ? ലോകത്തിന്റെ നേതാവിന്റെ അവസ്ഥയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ വൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാ. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, വിശക്കുന്നു ഫാത്തിമ, എനിക്ക് വല്ലതും കടിക്കാൻ തരുമോ? ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല ഫാത്തിമ. പുതയ്ക്കാരൊരു പുതപ്പ് പോലും എനിക്കില്ല ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല വീടിനകത്ത് കയറി തിരഞ്ഞു നോക്കി. കൊടുക്കാ ഭക്ഷണമില്ല, കൊടുക്കാ പണമില്ല, ഒരു വസ്ത്രമെങ്കിലും കൊടുക്കാ തിരഞ്ഞു നോക്കി. ഒരു വസ്ത്രമെങ്കിലും കൊടുക്കാതെ നോക്കിയില്ല. അവസാനം ഫാത്തിമ റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവേ തന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല, 2 മക്കളും തറയിൽ കിടക്കുകയാണ്. ഒരു പുതപ്പിന്റെ ഒരു ഭാഗം തറയിൽ വിരിച്ചിരിക്കുന്നു, മറുഭാഗം മുകളിലിട്ട് പുതച്ചിരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല ഓടി ചെല്ലുകയാണ്. എന്നിട്ട് മക്കളെ എടുത്ത് താഴെ കിടത്തി, മക്കളെ എടുത്ത് താഴെ കിടത്തി. എന്നിട്ട് ആ വസ്ത്രമെടുത്ത് കയ്യിൽ മടക്കിയിട്ട് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ആ മനുഷ്യനാ പുതപ്പ് വാങ്ങിയിട്ട് അവിടെന്ന് പറയുന്നു, ഫാത്തിമ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി ഫാത്തിമ, പച്ചവെള്ളവും കാരക്കയും കുടിച്ചുകൊണ്ട് നടക്കുകയാണ്. അതും തീർന്നു ഫാത്തിമ, എന്റെ ശരീരം തളരുന്നു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ കവിള് പോലാ നിന്റെ കവിളിരിക്കുന്നത്, പ്രവാചകന്റെ കണ്ണ് പോലാ നിന്റെ കണ്ണിരിക്കുന്നത്, പ്രവാചകൻ നടക്കുന്നത് പോലാണ് ഫാത്തിമ നീ നടക്കുന്നത്. എനിക്കെന്തെങ്കിലും ഒന്ന് താ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ. ഫാത്തിമ ബീവി വീടിനകത്ത് കയറി തിരഞ്ഞു നോക്കി. കൊടുക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അവസാനം വീടിനകത്തിരുന്ന് റബ്ബേ
വിശക്കുന്ന വയറോട് വീടിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയ മനുഷ്യന് കൊടുക്കാ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലോ എന്നോർത്തുകൊണ്ട് കരയുകയാ. പെട്ടെന്നെന്തോ ഓർമ്മ വരികയാ, പെട്ടെന്നെന്തോ ഓർമ്മ വരികയാ. ആ ഫാത്തിമ റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റോടുകയാണ്. എന്നിട്ട് തുണികൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് കടന്നു ചെന്നിട്ട് ഒരു ചെറിയ മുത്തും ഒരു പെട്ടിയെടുക്കുകയാണ്. ചെറിയൊരു പെട്ടിയെടുത്തു. പെട്ടിയെടുക്കുമ്പോഴേ ഫാത്തിമാന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവേ, ആ പെട്ടി തുറന്നിട്ട് അതിനകത്ത് നിന്നൊരു ചെറിയ മുത്തുമാല എടുക്കുകയാ. ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ആ മുത്തുകാല കാണുമ്പോഴേ ഫാത്തിമ കരയുകയാ. അല്ലാഹുവേ, തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല വീടിനകത്തിരുന്ന് കരയുന്ന ശബ്ദം വെളിയിൽ നിൽക്കുന്ന മനുഷ്യൻ കേൾക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോ കണ്ണുനീര് തുടച്ചുകൊണ്ട് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് ചെന്നിട്ട് അതാ മാല വെച്ച് കൊടുത്തിട്ട് പറയുകയാ, ഇത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിക്കടിച്ചോ. ആ മനുഷ്യന് സന്തോഷമായി. ആ മനുഷ്യന് സന്തോഷമായി. ആ മനുഷ്യൻ ചോദിച്ചു, ഫാത്തിമ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല മിണ്ടിയില്ല, കഥ കിടക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയാ നബിയേ. എനിക്ക് പുതന്ന് നബിയേ, എനിക്ക് മാല തന്ന് നബിയേ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ മാല വെച്ച് തരുമ്പോ ഫാത്തിമ വല്ലാതെ കരഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോള് കരഞ്ഞെന്ന് കേൾക്കുമ്പോ പ്രവാചകനെ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, മനുഷ്യ, എന്റെ പൊന്നുമോള് തന്ന മാലയൊന്ന് കാണിക്കുവോ? എന്റെ പൊന്നുമോള് തന്ന മാലയൊന്ന് കാണിക്കുവോ? ആ മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന മാലയെടുത്ത് കാണിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. പ്രവാചകനെ കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ, യാ സ്വഹാബാ, അതെന്റെ ഖദീജാന്റെ മാലയാ, എന്റെ ഖദീജാന്റെ മാലയാണ്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകയാണ്. എന്നിട്ട് പറയുന്നു, സഹാബാ, എന്റെ മോളെത്ര കരഞ്ഞിട്ടുണ്ടാകും, എന്റെ ഫാത്തിമ എത്ര കരഞ്ഞിട്ടുണ്ടാകും. ആ മാല ഏതെന്നറിയോ? ആ മാല ഏതെന്നറിയുവോ? എല്ലാ കോടികൾ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അവസാന സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ തന്റെ പൊന്നുമോള് ഫാത്തിമാനടുത്തേക്ക് വിളിക്കുകയാ. തന്റെ പൊന്നുമോള് ഫാത്തിമാനടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണമിട്ട് തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണമിട്ട് തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല മോളെ, എല്ലാ പാവങ്ങൾക്ക് കൊടുത്തു, എല്ലാ ദീനിനു വേണ്ടി കൊടുത്തു. എന്നിട്ട് അവസാന ഫാത്തിമയോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു തആല പറയുന്നു, ഫാത്തിമ, ഉമ്മയെ വെറുക്കല്ലേ, ഉമ്മയോട് ദേഷ്യം തോന്നല്ലേ, ഉമ്മയോട് ദേഷ്യം തോന്നല്ലേ. അവസാനം തന്റെ കഴുത്തിൽ കിടന്ന ഒരു ചെറിയ മുത്തുമാലയെടുത്ത് പൊന്നുമോളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഫാത്തിമ, ഇതുമ്മാന്റെ സമ്മാനമാ പൊന്നുമോള്, ഇതുമ്മാന്റെ സമ്മാനമാ പൊന്നുമോള്. ഇതല്ലാതെ എന്റെ കയ്യിൽ തരാറൊന്നുമില്ല. എന്റെ പൊന്നുമോളുടെ മനസ്സ് വേദനിക്കുമ്പോ, എന്റെ പൊന്നുമോൾക്ക് എന്നെ ഓർമ്മ വരുമ്പോ ഇതൊന്നെടുത്ത് വെച്ച് ചുംബിച്ചാ മതി ഫാത്തിമ.
ഉമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പൊന്നുമോളുടെ കയ്യിലെടുത്ത് കൊടുത്ത മുത്തുമാലയാ. എത്രയോ ദിവസം അലിയാരിതങ്ങൾ പട്ടിണി കിടന്നു, എത്രയോ ദിവസം നോമ്പ് പിടിച്ചുകൊണ്ട് നടന്നു. തന്റെ മക്കൾക്ക് പാല് കൊടുക്കാൻ പോലുമില്ലാത്ത ദിവസങ്ങളുണ്ടായി. ഫാത്തിമ ബീവി തന്റെ ഉമ്മ കൊടുത്ത മാലയെടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഹസൻ ഹുസൈൻ തങ്ങൾ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കൊച്ചുമക്കളെ കരയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ വീടിനകത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ഫാത്തിമ ബീവിയെ വഴക്ക് പറഞ്ഞു, ഫാത്തിമ, മക്കളെ കരയുന്നത് കണ്ടില്ലേ, നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ, നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളോട് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല തലകുനിച്ച് വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പൊന്നുമോളുടെ മുഖം അങ്ങോട്ട് ഉയർത്തിയിട്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ കരയുന്നത്, എന്തേ ഫാത്തിമ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരോട് ഫാത്തിമ റളിയല്ലാഹു തആല പറയുന്നു, ഉപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്റെ മക്കള് പാല് കുടിക്കുന്നത് വേണ്ടി, എന്റെ മക്കള് പാല് കുടിക്കുന്നതിന് വേണ്ടി എന്റെ മാറിടത്തിൽ വന്നിട്ടവര് പാല് കുടിക്കാൻ നോക്കുമ്പോ പാല് വരുന്നില്ല. എന്റെ മക്കള് പാല് കുടിക്കാൻ നോക്കുന്ന സമയത്ത് പാല് വരുന്നില്ല. ദേഷ്യം വന്നിട്ട് എന്റെ മക്കൾ എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് രക്തം വരുന്നു. തന്റെ മാറിടത്തിലൂടെ രക്തമൊലിക്കുന്ന സമയം വന്നിട്ട് പോലും ഫാത്തിമ എന്ന പൊന്നുമോള് തന്റെ ഉമ്മ കൊടുത്ത മാലയെടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, വിശക്കുന്ന വയറോടെ വീടിന്റെ വെളിയിൽ ഒരു മനുഷ്യൻ വന്ന് കൈ നീട്ടിയപ്പോ ഉമ്മ കൊടുത്ത സമ്മാനമെടുത്ത് കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവൻ നിനക്ക് പണം തന്നത് നിന്റെ നിസ്കാര തരമ്പ് കണ്ടല്ല, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, നിന്നെ പരീക്ഷിക്കാനാണ്. ഇപ്പോ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ പാപങ്ങൾ തോർത്ത് വരിച്ചിട്ട് പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുമ്പോ ഗതികേട് കൊണ്ടാണ് വാപ്പാ, ഗതികേട് കൊണ്ടാണ് വാപ്പാ. അല്ലാഹുവേ, എന്നെ ചികിത്സിക്കാപ്പടവില്ല, എന്റെ മക്കളെ ചികിത്സിക്കാപ്പടവില്ല, എന്തെങ്കിലും തരടേ എന്ന് പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്നവന്റെ മുഖത്തേക്ക് 10 രൂപയുടെ നോട്ടെടുത്തിട്ട് വലിച്ചെറിച്ചിട്ട് പോകുന്ന പണക്കാരാ, നിന്നെയും നിന്റെ മക്കളെയും ഇതുപോലെ കൊണ്ടിരുത്താൻ, നിന്നെയും നിന്റെ മക്കളെയും ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് യാചിപ്പിക്കാൻ അധികം സമയം വേണ്ട മോനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അവര് ശരീരത്തിൽ സ്വർണ്ണമിട്ടുകൊണ്ട് നടക്കുമ്പോ പടച്ചവരെ വീടിന്റെ പുറകിൽ 28 കൊല്ലമായിട്ട് വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് പടച്ചവനെ പേടിച്ചു കൊണ്ടിരിക്കുന്ന യതീമായ പൊന്നുമോള് അവളുടെ ഉമ്മ വീടിന്റെ മുന്നിൽ വന്നിട്ടൊരു സദക്ക ചോദിക്കുമ്പോ ഒന്നും കൊടുത്തില്ലെങ്കിലും കളിയാക്കില്ല പെണ്ണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു ചെറിയ സദക്ക പറഞ്ഞിട്ട്, ഒരു ചെറിയ സദക്ക കൊടുത്തിട്ട് ഇന്ന് മരിച്ചാ സ്വർഗം കിട്ടുന്ന ദിക്ർ പറഞ്ഞിട്ട് പിരിയാ. അല്ലാഹുവേ, നാളെ ഈ സമയത്ത് പള്ളിക്കുഴിയിലാണോ എന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ പെണ്ണേ, ശരീരത്തിൽ സ്വർണ്ണമിട്ടുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, ഉമ്മമാരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാത്രി നീ അങ്ങ് മരിച്ചാ നിന്റെ ശരീരത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രമൂരുന്നതിനു മുമ്പേ നിന്റെ ചെവിയിൽ കിടന്ന മക്കള്, നിന്റെ ചെവിയിൽ കിടന്ന കമ്മല് നിന്റെ മക്കൾ ഊരുമുമ്മ, നിന്റെ മോതിരമൂരുമുമ്മ, നിന്റെ വളവൂരുമ്മ, പിന്നെയാ നിന്റെ വസ്ത്രമൂരുന്നത്. ആ സമ്പത്തിന് വേണ്ടി മക്കളെ തമ്മിലടിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അവസാനം ഒരു നല്ലത് ചെയ്തുകൊണ്ട് പിരിഞ്ഞുകൂടെ. അല്ലാഹു സ്നേഹിച്ചവരെ കുറിച്ച് പറഞ്ഞ സദസ്സല്ലേ, അല്ലാഹു സ്നേഹിച്ചവരെ കുറിച്ച് പറഞ്ഞ സദസ്സല്ലേ. റഹീമായ അല്ലാഹ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ പടച്ചവര്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ പടച്ചവര്. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്നവരിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്.
സ്വർഗത്തിൽ വെച്ച് നിന്നെ കണ്ടുമുട്ടുന്ന വിഭാഗത്തെ ഇന്ന് രാത്രി ഇവിടെ വെച്ച് തെരഞ്ഞെടുക്കണേ അല്ലോ. നീ ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിനകത്ത് നീ തന്നെ ആഗ്രഹം കൊടുക്കണേ അല്ലോ. ഈ മജ്‌ലിസ് അതിനൊരു സബബാക്കണേ, സദാക്കണേ അല്ലാ. എത്രയോ നാളുകൾ കൊണ്ട് കടന്ന